Meet the editors. ബ്രൂവറി തീരുമാനം കുടിവെള്ളം മുട്ടിക്കുമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, പാലക്കാടാണ് ഈ പ്ലാന്റ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കുടിവെള്ള പ്രശ്നം എന്നുള്ള വിഷയം കൂടി വരുന്നത്. കുടിവെള്ളം മുട്ടിക്കുമോ? കുടിവെള്ളം മുട്ടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇതിനകത്ത് ആദ്യത്തെ വിഷയം എന്ന നിലയ്ക്ക് നമ്മൾ കാണേണ്ടത് ആരാണ് ഈ ഡിസ്റ്റിലറിയും ബ്രൂവറിയും ഒക്കെ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണല്ലോ. അത് ഓയസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണല്ലോ, മധ്യപ്രദേശ് ബേസ് ചെയ്തിട്ടുള്ള ഓയസിസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ ഓയസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ഗൗതം മൽഹോത്രയെ 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത്? PMLA ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. കാരണം കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ്. അത് ഡൽഹി എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇടപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗതം മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത്. PMLA ആക്ട് പ്രകാരം ഒരു വ്യവസായി ഇത്തരത്തിലൊക്കെ ചില കേസുകളിൽ ചെന്ന് പെടാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ താങ്കൾ ഇപ്പോൾ ചോദിച്ചൊരു പ്രശ്നമുണ്ടല്ലോ, പാലക്കാട് തന്നെ തിരഞ്ഞെടുക്കുന്നു. പാലക്കാട് എന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണത്? അതൊരു ഉഷ്ണമേഖലാ പ്രദേശമാണ്. അവിടെ വലിയ രീതിയിൽ കുടിവെള്ളക്ഷാമം, ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ല തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നോക്കൂ, 2000 പാലക്കാട്ട് പെരുമാട്ടി പഞ്ചായത്തിൽ പ്ലാച്ചുമടയിൽ കൊക്കക്കോള ഒരു കമ്പനി തുടങ്ങിയല്ലോ. ആ കൊക്കക്കോള കമ്പനി തുടങ്ങിയതിനെതിരായിട്ട് 2002 മുതൽ വലിയ സമരങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കൊക്കക്കോള കമ്പനിയുടെ പ്ലാന്റ് വന്നതിന് ശേഷം അതിൻ്റെ പരിസരങ്ങളിലുള്ള കിണറുകളിലെല്ലാം വെള്ളം പറ്റി. അത് മാത്രവുമല്ല, ആ പ്രദേശത്തെ വെള്ളം കണ്ടാമിനേറ്റഡായി, മലിനമായി. അപ്പോൾ അവിടെ കുടിവെള്ള പ്രശ്നം തന്നെ ഉണ്ടായി, ജീവിത പ്രശ്നമായി മാറി. അപ്പം കൃഷി മാത്രമല്ല, കൃഷിയെ ബാധിക്കുന്നുണ്ട് എന്ന് മറ്റൊരു വശത്ത് കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മനുഷ്യർക്ക് അത്യാവശ്യമായി ജീവിക്കാൻ വേണ്ട കുടിവെള്ളം തന്നെ മുട്ടുന്നൊരു സാഹചര്യം ഈ കൊക്കക്കോള പ്ലാന്റ് 2000 ആരംഭിച്ച ആ പ്ലാന്റ് പിന്നെ അവിടെ അത്തരത്തിലൊരു പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി. അതിനെതിരായിട്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി കേരളത്തിൽ, അല്ലേ? മൈലമ്മയെ പോലെയുള്ള വലിയ ജനകീയ ബിംബങ്ങൾ തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായി. അന്ന് ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, DYFI അടക്കമുള്ള സംഘടനകൾ. നമുക്കറിയാമല്ലോ, അന്ന് 2002 മുതൽ 2004 വരെയുള്ള നിരന്തരമായ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2004 കൊക്കക്കോള പ്ലാന്റ് പൂട്ടിയിട്ട് അവരങ്ങ് തിരിച്ചുപോയത്. അതിനുശേഷം 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ് ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഒരു ഉന്നതാധികാര സമിതിയെ അവിടേക്ക് വിടുകയും അവിടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തതിനു ശേഷം ആ സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രദേശവാസികൾക്ക് 216 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നാണ്. VSൻ്റെ ഗവൺമെൻറ് കാലത്താണ് കേട്ടോ അത് സംഭവിച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, അതിന് തയ്യാറാകാതിരുന്നതിൻ്റെ പേരിൽ പെരുമാട്ടി പഞ്ചായത്തും അതേപോലെ തന്നെ കൊക്കക്കോള കമ്പനിയുമായിട്ടുള്ള കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നമ്മുടെ 2011 നിയമസഭ VSൻ്റെ തന്നെ കാലത്ത് ഒരു പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബില്ലുണ്ടാക്കി. ആ ബില്ല് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു, ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചു, പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു, രാഷ്ട്രപതിയും തിരിച്ചയച്ചു. എന്തായാലും ഈ പറയുന്ന പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി അവിടെ ഉണ്ടാക്കിയ പരിസ്ഥിതി മലിനീകരണത്തിനെതിരായിട്ടും കുടിവെള്ളക്ഷാമത്തിനെതിരായിട്ടും അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ യുവജന സംഘടനകളും ഒക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഇനി 2024 എൻ്റെ ഓർമ്മ, 2024 ഇതേ കമ്പനി ഓയസിസ് കമ്പനിയുടെ ഗൗതം മൽഹോത്രയ്ക്കെതിരായിട്ട് വേറൊരു കേസ് വരുന്നുണ്ട്. എന്താണ് ആ കേസ് എന്നറിയാമോ? ആ കേസ് പഞ്ചാബിൽ ഇവർക്ക് ഓയസിസ് കമ്പനിക്ക് തന്നെ മാൽബ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഉപശാഖയുണ്ട്. ആ ശാഖ അവിടെ ഇതേപോലെ തന്നെ വലിയ പരിസ്ഥിതി ക്രൈം ഉണ്ടാക്കി എന്ന് കണ്ടെത്തുന്നുണ്ട്. പരിസ്ഥിതി ക്രൈം, എൻവയോൺമെൻറ്റൽ ക്രൈമാണ് ഉണ്ടാക്കിയത്. എന്താണ് ആ എൻവയോൺമെൻറ്റൽ ക്രൈം എന്ന് പറയുന്നത്? അവർ അവിടുത്തെ ഭൂഗർഭജലവും മണ്ണും മലിനപ്പെടുത്തി, അതുപോലെ തന്നെ കുഴൽക്കിണറിലൂടെ മാലിന്യം പുറന്തള്ളി, 4 കിലോമീറ്റർ ചുറ്റളവിൽ ജലം മലിനമാക്കി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ 0 ഓവറിലൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജല കമ്മീഷൻ്റെയും അതേപോലെ തന്നെ പൊല്യൂഷൻ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ പഞ്ചാബിൽ പോയി പരിശോധന നടത്തി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ ക്രൈം എല്ലാം കണ്ടുപിടിച്ചു. ആ ക്രൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗൗതം മൽഹോത്രയ്ക്കും ഈ കമ്പനിക്കെതിരെ കേസുണ്ട്. നേരത്തെത്തത് PMLA ആക്ട് ആയിരുന്നുവെങ്കിൽ ഈ കേസ് എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കുന്നത്. പാലക്കാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ ക്രൈം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരിസ്ഥിതി കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു ഇവർ എന്നുള്ളതാണ്. അവർ പഞ്ചാബിൽ ചെയ്തിരിക്കുന്നത് ഈ ഭൂഗർഭജലം മലിനമാക്കുന്നു, അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് മലിനപ്പെടുത്തുന്നു, 4 കിലോമീറ്റർ ചുറ്റളവിൽ അവിടുത്തെ പരിസ്ഥിതി നാശം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം?
പാലക്കാട് ഈ പറയുന്ന ഡിസ്റ്റിലറി വരുന്നു എന്ന് പറയുന്നു. ഡിസ്റ്റിലറി എന്താണ് ചെയ്യാൻ പോകുന്നത്? എക്സ്ട്രാ ENA അല്ലെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? മൊളാസസ് ആണല്ലോ ഇതിൻ്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് അല്ലേ. ഈ മൊളാസസ് കൊണ്ടുവന്നിട്ട് ആദ്യം ഡിസ്റ്റിലറിലൂടെ കടത്തിവിട്ട് ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ആ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ വീണ്ടും ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഈ പറയുന്ന ENA എന്ന് പറയുന്ന അസംസ്കൃത വസ്തു ഉണ്ടാക്കുന്നത്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ശരിയാണ് സർക്കാർ പറയുന്നത്. നമ്മൾ ENA പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനം തന്നെയാണ്. ഏതാണ്ട് പ്രതിവർഷം 9 കോടി ലിറ്ററോളം പിന്നെ ENA നമ്മൾ പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെയാണ്. അത് നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ലാഭം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വാദം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഡിസ്റ്റിലറിക്ക് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്പം മുമ്പ് പിന്നെ സ്മൃതിയുടെ ചർച്ചയിൽ CR നീലകണ്ഠൻ പറഞ്ഞൊരു വളരെ ശ്രദ്ധേയമായ വാദമുഖമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ ENA മാത്രമല്ലല്ലോ ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ അരി നമ്മൾ എവിടുന്ന് ഇറക്കുമതി ചെയ്യും? നമ്മൾ നിരന്തരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണല്ലോ. അത് എവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നാണല്ലോ. അതുപോലെ പച്ചക്കറി എവിടുന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്? അത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അതുപോലെ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ അത് എവിടുന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ നിന്നാണല്ലോ. അപ്പോൾ നമുക്ക് അടിയന്തരമായി ആവശ്യമുള്ള ഈ പറയുന്ന അരി, പച്ചക്കറി, വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിലൊരു ഇനിഷ്യേറ്റീവ് ഇല്ല. എന്നാൽ ENA-യുടെ കാര്യത്തിലൊരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ മദ്യ ഉൽപ്പാദനത്തിൽ ഒരു ലാഭം കണ്ടെത്താമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. അത് ഒട്ടും തന്നെ യുക്തിഭദ്രമല്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം. പിന്നെ സർക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 2023-24 തന്നെ ഒരു പുതിയ മദ്യനയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 1999 നായനാർ സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ മദ്യനയത്തിൽ നിന്ന് ഭിന്നമായിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. ആ മാറ്റം പ്രകാരം ഡിസ്റ്റിലറികൾക്ക് അനുവാദം നൽകാം എന്നാണ്. ശരിയുമാണ് കേട്ടോ. 2023-24 ഈ .24 എന്ന് പറയുന്ന MP രാജേഷ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം വളരെ ശരിയുമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2023-24 ഇവിടെ നടപ്പാക്കാൻ പോകുന്ന മദ്യനയത്തിലെ മാറ്റമുണ്ടല്ലോ, അത് 2022 ഓയാസിസ് അറിഞ്ഞു എന്നുള്ളതാണ്. 2022 ഓയാസിസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് അതറിയാം. അതുകൊണ്ടാണ് 24 ഏക്കർ ഭൂമി അവർ പാലക്കാട് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഭൂമി വാങ്ങിച്ചു. ആ ഭൂമി 2 വർഷമായിട്ട് അവരുടെ കൈവശമുണ്ട്. എന്നിട്ട് ആ ഭൂമിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന പിന്നെ എന്താ പറയുക ഡിസ്റ്റിലറിക്ക് ഉള്ള അനുമതിക്ക് വേണ്ടി പോയിരിക്കുന്ന, അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ സർക്കാർ പറയുന്നത് ഈ ഭൂഗർഭ ജലത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ പിന്നെ കുടിവെള്ള ക്ഷാമം ഉണ്ടാവില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ വാട്ടർ അതോറിറ്റിയുമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരം സർക്കാർ ആ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വാട്ടർ അതോറിറ്റി എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്? വാട്ടർ അതോറിറ്റി സംസ്ഥാനത്ത് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുമോ? വാട്ടർ അതോറിറ്റിക്ക് ഇവിടെയുള്ള വെള്ളമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ആലപ്പുഴയിൽ ഇന്ന് വന്ന വാർത്ത 500 വീടുകളിൽ വെള്ളമില്ല, വെള്ളത്തിന്റെ ബില്ലേ ഉള്ളൂ എന്നാണ്. ആ വാട്ടർ അതോറിറ്റി ഇവിടെ വെള്ളം കൊടുക്കാൻ പോകുന്നത്. അബ്സല്യൂട്ട്ലി. എന്ന് മാത്രമല്ല, ഞാൻ വേറെ കാര്യം കൂടി പറയാം. ഈ മലമ്പുഴ ഡാമിലെ വെള്ളം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജലം അസംസ്കൃത വസ്തുവായിട്ടുള്ള എല്ലാ വ്യവസായത്തിലും മലമ്പുഴ ഡാമിലെ വെള്ളം 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിക്കുമാണ്, പിന്നെ ഈ കുടിവെള്ളത്തിനുമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 കാര്യങ്ങൾക്ക് മാത്രമേ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മലമ്പുഴ ഡാമിൽ നിന്നല്ലേ വെള്ളം ഊറ്റുന്നത്? എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് ആ കാര്യം എന്ന് പറയുന്നത്. മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം പോകുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ? അപ്പം ഈ പറയുന്ന വാട്ടർ അതോറിറ്റി എവിടുന്ന് ഈ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനാണ്? അവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇന്നും പിന്നെ പാലക്കാട്ടെ കർഷകർ അവരുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ വെള്ളം എടുക്കുന്നത് കനാലിൽ നിന്നാണ് കേട്ടോ. കനാലിൽ നിന്നുള്ള വെള്ളമാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നേരിടുന്നൊരു സ്ഥലത്താണ് ഈ പറയുന്ന ഡിസ്റ്റിലറി കൊണ്ടുപോകുന്നത്. ഇനി ഒരു വലിയ വാദം കൂടി പറഞ്ഞിട്ടുണ്ട്. 1500 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1500 പേർക്ക് ഈ ഡിസ്റ്റിലറിയിൽ തൊഴിൽ കൊടുക്കുമ്പോൾ 10,000 കർഷകരുടെ കുടിവെള്ളവും മുട്ടും ജീവിതവും മുട്ടും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് താല്പര്യം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഞങ്ങൾ മദ്യനയം തിരുത്തി, ആ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ അനുവദിച്ചു. മദ്യനയം തിരുത്താൻ ഒരു സർക്കാരിന് മാൻഡേറ്റ് ഉണ്ട്. ആ മദ്യനയം തിരുത്തിയതിന് ശേഷം ഒരു ഡിസ്റ്റിലറി അനുവദിക്കുന്നു. ആ ഡിസ്റ്റിലറി അനുവദിക്കാൻ പോകുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ അതേ സംബന്ധിച്ച് വിവരം കിട്ടിയിട്ട് അവരൊരു 10-25 ഏക്കർ ഭൂമി അവിടെ വാങ്ങിക്കുന്നു. എന്നിട്ട് വാട്ടർ അതോറിറ്റിയിലൂടെ ഞങ്ങൾ വെള്ളം കൊടുത്ത് കളയും എന്നുള്ള ഒരു കള്ളത്തരവും കൂടി ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ അടിസ്ഥാനപരമായ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഡിസ്റ്റിലറി വന്നോട്ടെ, അവിടെ ENA ഉണ്ടാക്കിക്കോട്ടെ, മദ്യം ലാഭകരമായി വിറ്റോട്ടെ. പ്രശ്നം അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, അവിടുത്തെ പരിസ്ഥിതിയുടെ പ്രശ്നമാണ്. അവിടെ നമ്മൾ ഒരിക്കൽ കൈപൊള്ളിയ ജനവിഭാഗമാണ്. അത് കൊക്കക്കോള കമ്പനി വന്ന സമയത്താണ്. നമുക്കൊരു പിന്നെ അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരായി പ്രക്ഷോഭം ചെയ്ത ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ അത് ആവർത്തിക്കുവാൻ വേണ്ടി തന്നെ ഒരു നീക്കം നടത്തുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. പാലക്കാട്ടെ ജനങ്ങളുടെ കുടിവെള്ളത്തെ മുട്ടിക്കും ഈ നീക്കം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാട്ട് നിന്ന് തന്നെയുള്ള എക്സൈസ് മന്ത്രിയായിരിക്കുന്നു എന്നുള്ളതും ഗതികേടാണ്. അതുകൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് ഞാൻ ഈ വിഷയത്തിൽ. ഇതൊരു പരിസ്ഥിതി പ്രശ്നമാണ്. ഈ പരിസ്ഥിതി പ്രശ്നം അവിടുത്തെ ജനങ്ങളെ ബാധിക്കാണ്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നത് കേരളത്തിൻ്റെ മൊത്തം ദുഃഖമാണ്. അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നാണ് എൻ്റെ നിലപാട്. ബ്രൂവറി കുടിവെള്ളം മുട്ടിക്കുമോ എന്ന ചോദ്യത്തിന് കുടിവെള്ളം മുട്ടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ച വിഷയം, അതിൽ മന്ത്രി MP രാജേഷ്, എക്സൈസ് മന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ
മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കമായിട്ടും അവരിൽ ആദ്യം ആര് പറയും എന്നുള്ള ഒരു മത്സരമായിട്ടും അതിനെ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. രണ്ട് നേതാക്കളും പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങൾ, ഈ ഒയാസിസ് കമ്പനിക്കെതിരായ 2 ആരോപണങ്ങൾ. ഒന്ന്, മദ്യനയ വിവാദത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഇതിൻ്റെ ഉടമ എന്നുള്ളത്. രണ്ടാമത്തത്, പഞ്ചാബിൽ ഇവരുടെ മദ്യ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി 4 കിലോമീറ്റർ അധികം വരുന്ന സ്ഥലത്തെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി നശിപ്പിച്ചതിന് കേസുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിക്ക് എന്തിനാണ് കരാർ നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ടെൻഡർ ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. അതിന് മുൻപ് ഒരു വർഷം 5 കോടി ലിറ്റർ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ ഒരു പ്ലാന്റ് എന്തിനാണ് പാലക്കാട്? പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ അനുമതിയുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യവും ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുമതിയിൽ എങ്ങനെയാണ് ടെൻഡർ നടപടി എന്ന് ചോദിക്കുമ്പോൾ ടെൻഡർ നടപടിയുടെ ആവശ്യമില്ല എന്ന് എക്സൈസ് മന്ത്രി പറയുന്നു. അത് വാദത്തിന് വേണമെങ്കിൽ സമ്മതിക്കാം. കാരണം ഒരു കമ്പനി ഇങ്ങോട്ട് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ അതിൽ ഒരു ടെൻഡറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, അതായത് സർക്കാർ അങ്ങോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയല്ല, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതി ആകുമ്പോഴാണ് ടെൻഡർ വയ്ക്കുക. വ്യവസായ നിക്ഷേപം. അതെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ അതേപടി സ്വീകരിക്കുക എന്നുള്ളതല്ലല്ലോ സർക്കാരിൻ്റെ രീതി. അത് എന്തുകൊണ്ട് പാലക്കാട് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ പാലക്കാട് മന്ത്രിയായ എം പി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് അവിടെ ജലലഭ്യതയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട്. കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിലെ വിക്ടറി പേപ്പർ മില്ലിലെ 26 ഏക്കർ സ്ഥലത്ത് 6ാം വാർഡിലാണ് ഈ ഡിസ്റ്റിലറി പ്ലാന്റ് വരാൻ പോകുന്നത്. അവിടെ ശുദ്ധജലത്തിന് വേണ്ടി എല്ലാ വർഷവും ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. ഒരു ശുദ്ധജല വിതരണ പദ്ധതി നടപ്പാക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെ 10,000-ലധികം പേർ കഴിയുന്ന എലപ്പുള്ളിയിൽ 500-നടുത്ത കുഴൽക്കിണറുകൾ ഇതിനകം കുഴിച്ചിട്ടുണ്ട്. അതിൽ 400-ൽ താഴെ കുഴൽക്കിണറിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ എന്നൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അത്രത്തോളം വെള്ളം ബുദ്ധിമുട്ടുന്ന വരണ്ട പ്രദേശമാണ്. അവിടെ മഴവെള്ളം ശേഖരിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്നൊക്കെ പറയുന്നത് എന്തൊരു തമാശയാണ്. അങ്ങനെ മഴവെള്ളം ശേഖരിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടുത്തെ കുടിവെള്ളക്ഷാമം തന്നെ പരിഹരിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റാത്തൊരു കാര്യം. നിലവിൽ അവിടെ സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിൽ ചിറ്റൂർ ഷുഗേഴ്സും മലബാർ ഡിസ്റ്റിലറീസും ഉണ്ട്. അവർക്ക് 10 വർഷമായി അവിടെ പദ്ധതി തുടങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കുടിവെള്ള പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ അതേ കാര്യം അതേ ജില്ലയിൽ ഇതുപോലൊരു പ്രദേശത്ത്, അതുപോലെ പ്ലാച്ചിമട സമരം എന്നുള്ളത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സമരമാണ് പ്ലാച്ചിമട സമരം. അതിൻ്റെ ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇപ്പോൾ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ 2011 അതിന് കണക്കുകൾ അങ്ങോട്ട് നൽകുകയും അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിന്മേൽ മറുപടി നൽകുകയും ആ മറുപടി അത് നഷ്ടപരിഹാരമില്ല എന്നുള്ള മറുപടിയായിരുന്നു. പിന്നെ രാഷ്ട്രപതിക്ക് അയച്ച ശേഷം നഷ്ടപരിഹാരം ലഭിക്കില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ 2015 ലഭിച്ചിരിക്കുന്നത്. വർഷം ഇത്രയായി അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമരം എന്തായിരുന്നു? അവിടുത്തെ ജനങ്ങൾ എന്താണ് അനുഭവിച്ചത്? കുടിവെള്ളം മാത്രമല്ല, കൃഷി നശിച്ചു, ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായ 10,000-ങ്ങളുടെ കാര്യമാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തൊരു വലിയ സമരമാണ്. അവിടേക്ക് ആരൊക്കെ വന്നു? സമരസമിതി വന്ദന ശിവയെ പോലുള്ളവരൊക്കെ അവിടെ വന്നുപോയി. മേധാ പട്കർ വന്നു. അപ്പോൾ കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്താണ്. അന്ന് സമരത്തിന്റെ ഭാഗമായിരുന്ന ഡിവൈഎഫ്ഐയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ എക്സൈസ് മന്ത്രി എം പി രാജേഷ്. അന്ന് പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് എം പി രാജേഷ്. ആ എക്സൈസ് മന്ത്രിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ ബ്രൂവറി വരാൻ തീരുമാനം വന്നിരിക്കുന്നു. അന്നത്തെ പ്രതിഷേധം എം പി രാജേഷിന് അറിയാവുന്നതാണ്. ഇന്ന് അവിടേക്ക് പഞ്ചായത്തിന് പോലും അനുമതിയില്ലാതെ ഇങ്ങനൊരു ഉത്തരവിറക്കുമ്പോൾ, ഇപ്പോൾ 4 വർഷം മുമ്പ് 2 വർഷം മുമ്പാണോ 2018 ബ്രൂവറി അനുമതി കൊടുത്തു. 4 ബ്രൂവറികൾക്ക് അനുമതി കൊടുത്തു. അത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ നടന്ന തീരുമാനമാണ്. അത് പ്രളയകാലമാണ്. പ്രളയകാലത്തിൻ്റെ സമയത്ത് അത് വലിയ വിവാദമായി, പ്രതിപക്ഷം വലിയ രൂപത്തിൽ അത് ചർച്ച ചെയ്തു. അതിനുശേഷം ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയി. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ അതിന് തീരുമാനം പിന്നാക്കം പോയത്. പിന്നെ പ്രതിപക്ഷത്തിന്റെ മാത്രം വിജയമല്ല, അന്ന് ഭയങ്കര കൗതുകരമായ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താ അറിയാമോ? അന്ന് മലമ്പുഴയിൽ എൻ്റെ മണ്ഡലത്തിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും അവിടുത്തെ MLA ഒരു കത്ത് കൊടുത്തായിരുന്നു. ആ MLAയുടെ പേര് VS അച്യുതാനന്ദൻ. മലമ്പുഴയിലെ അതാണ്. അപ്പോൾ അന്ന് ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയി. ഈ പ്ലാച്ചിമട സമരത്തിനും VSന്റെ നിലപാടൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണല്ലോ. നമ്മുടെ ആ കാലത്ത് നിലപാടെടുത്തുന്നവരാണ് ഇന്നിപ്പോൾ ഇവിടെ നല്ല മദ്യം കിട്ടാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ അതാണ് വരുന്നത്. സ്പിരിറ്റും
ബ്രാൻഡിയും ബോട്ട്ലിംഗ് പ്ലാന്റും ഇതൊക്കെയാണ് പാലക്കാട് നൽകുന്നതെന്നാണ് പറയുന്നത്. പാലക്കാടിന് യഥാർത്ഥത്തിൽ അതാണോ വേണ്ടത്? പാലക്കാടിൻ്റെ യഥാർത്ഥ പ്രശ്നം കുടിവെള്ളമാണ്. അതിലേക്ക് എത്താതെ അവിടെ മദ്യം നന്നായി ഒഴുക്കാനുള്ളൊരു സംവിധാനം അവിടെ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനം എങ്ങനെ അത് കേൾക്കുമെന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. പ്രതിപക്ഷം പറയുന്നത്, അവിടുത്തെ MP പറയുന്നത്, ശ്രീകണ്ഠൻ പറയുന്നത് അവിടേക്ക് എത്താൻ സമ്മതിക്കില്ല, ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം അത് കൃത്യമായി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലോക്കൽ ബോഡിക്ക് ലൈസൻസ് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഇതൊരു പ്രാഥമികമായ കാര്യം മാത്രം എന്നൊരു വാദമൊക്കെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ലൈസൻസ് കട്ട് ചെയ്യുക? എക്സൈസ് വകുപ്പ് ഇതിനകം തന്നെ ലൈസൻസ് ഫീ വാങ്ങി വെച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാർ സ്വിഫ്റ്റ് വഴി പോയാൽ 3 വർഷത്തിന് ശേഷം പഞ്ചായത്തിന്റെ അനുമതി കിട്ടിയാൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ അതുവരെ വേണമെങ്കിൽ നടപ്പാക്കാം. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അതാണ് ഇപ്പോൾ കിട്ടുന്ന തുക, ഇപ്പോൾ സർക്കാരിന് സ്റ്റേറ്റിന് കിട്ടുന്ന വരുമാനം എന്നുള്ളതാണ്. ഇനി പറയുന്ന ഒരു കാര്യം, നല്ല മദ്യം ഇവിടെ കിട്ടാനില്ല, എപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു. അതിൽ ഇപ്പോൾ ഈ ബിയറിൻ്റെ കാര്യം, ബ്രൂവറി എന്നാൽ ബിയർ ഉണ്ടാക്കാനുള്ള സംവിധാനമാണല്ലോ. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ബിയറിൽ ഗ്ലിസറിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ അത് കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കാനുള്ള പ്രിസർവേറ്റീവ്സ് അതിലിടുന്നു. അത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ തന്നെ ഇവിടെ ഒരു ബ്രൂവറി കൊണ്ടുവന്നാൽ അപ്പോൾ ഉണ്ടാക്കുന്നു, അപ്പോൾ വിൽക്കുന്നു. അപ്പോൾ കൂടുതൽ കാലം വെക്കേണ്ട വിഷയം വരുന്നില്ല. അതുകൊണ്ട് നല്ല മദ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ, ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞത്? മദ്യവർജനമാണ് നയം എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ മദ്യവർജനം എന്നൊരു നയമാവുകയും അതേസമയം എന്താണ് ഈ ചെത്തുതൊഴിലാളികളെയൊക്കെ സംരക്ഷിക്കും വേണം, അതൊരു വസ്തൊരു നിലപാടായി അവിടെ നിൽക്കുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ചെത്തുതൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഇവിടുത്തെ ബാറുകളുടെ എണ്ണം ഏത് രൂപത്തിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബാറുകളുടെ എണ്ണം ഇരട്ടിയിലധികവുമായി വർദ്ധിക്കുകയും പിന്നീട് അന്ന് അധികാരത്തിലേറാൻ വേണ്ടി മദ്യവിരുദ്ധമായ പരസ്യങ്ങൾ കൊടുത്തു, സിനിമാ താരങ്ങളെ കൊണ്ട് പരസ്യങ്ങൾ കൊടുത്ത് അങ്ങനെയൊക്കെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അധികാരത്തിൽ ഏറിയവരാണ്. ഇപ്പോൾ 28 ബാറിൽ നിന്നും 856 ബാറുകളായിരിക്കുന്നു എന്നുള്ളതാണ്. 856 ബാറുകളാകുമ്പോൾ ഇവിടെ മദ്യവർജനവുമായി ബന്ധപ്പെട്ട വിമുക്തി മിഷൻ നടപ്പാക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് മറുവാദമായി പറയുന്നത്. വിമുക്തി മിഷൻ അവിടെ നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വാദമാണ് പറയുന്നത്. ഇതിന് ഇപ്പോൾ ഈ കമ്പനി ഇവിടെ വരുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വിമുക്തി മിഷൻ നടക്കുന്നു എന്നുള്ളൊരു വാദം ഇവിടെ പറയുന്നു. നീ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പഞ്ചാബിൽ ഇപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കിയ എന്താ പറയുക അല്ല, അവിടെ അടച്ചുപൂട്ടി, അവിടുത്തെ സ്ഥാപനം അടച്ചുപൂട്ടി, വലിയ വിവാദത്തിന് ശേഷം അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഈ ഡ്രൈ ഡേ ഒഴിവാക്കാൻ വേണ്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു അല്ലേ, ഡ്രൈ ഡേ ഒഴിവാക്കാൻ ബാർ ഉടമകൾ കോഴ നൽകി എന്നുള്ളൊരു ആരോപണമുണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ ചർച്ച ചെയ്ത് പിന്നീട് അത് മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF സർക്കാരുമായി ബന്ധപ്പെട്ട് ബാർ കോഴ ആരോപണം ഉണ്ടായതാണ്. അത് ഏത് രൂപത്തിലൊക്കെ ചർച്ചയായി എന്നും അവസാനം 28 ബാറിലേക്ക് എങ്ങനെ ചുരുങ്ങിയെന്നുമൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു? ഇപ്പോൾ മദ്യവർജനം എന്ന വിഷയം മാറ്റി മദ്യ ലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ പറയുന്ന വാദങ്ങൾ, അവിടെ ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് പാലക്കാട്, എന്തിന് പാലക്കാട്? അവിടെ കുടിവെള്ള പ്രശ്നമുള്ള ഒരു സ്ഥലത്തെ എന്തിന് തെരഞ്ഞെടുത്തു എന്നാൽ കൃത്യമായ മറുപടി പറയേണ്ടി വരും. അതിൽ സർക്കാരിന് കോഴ ലഭിച്ചോ എന്ന പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. ഒയാസിസ് കേന്ദ്രാനുമതിയുള്ള കേന്ദ്രത്തിൻ്റെ പട്ടികയിലുള്ള കമ്പനിയാണ്, ഇതാണ് പറയുന്ന ഒരു വാദം. 2 പൊതുമേഖലാ ഓയിൽ കമ്പനികളുമായി ഒയാസിസിന് ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സബ്സിഡി കിട്ടും. അപ്പോൾ സർക്കാരിന് തത്വത്തിൽ അംഗീകാരം കൊടുക്കാൻ കഴിയും. അപ്പോൾ സബ്സിഡി കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു കമ്പനിക്ക് അനുമതി കൊടുത്തതെന്നുള്ള വാദത്തിന് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ധാർമ്മികമായ പ്രശ്നം, പാലക്കാട് ജനതയെ സംബന്ധിച്ച പ്രശ്നം, ഇത് വലിയ പ്രക്ഷോഭത്തിലും സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് തിങ്കളാഴ്ച സഭയിൽ ഉയരാൻ പോകുന്നത്. ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയതിനെക്കുറിച്ച് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇത് വെള്ളമൂറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വാട്ടർ അതോറിറ്റിക്ക് വെള്ളം അങ്ങനെ ലീറ്റർ കണക്കിന് കൊടുക്കാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ബ്രൂവറി വെള്ളം കൂടി മുട്ടിക്കുമോ? ഇല്ലെന്ന് തോന്നൂല്ലേ? ഇല്ലെന്നാണ് അഭിപ്രായം. അല്ല സ്മൃതി, നമ്മുടെ കേരളത്തിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, പിന്നെ ബിയറാണെങ്കിൽ 50 ലക്ഷത്തിലധികം ബോട്ടിലാണ്, 10 ലക്ഷത്തിലധികമാണ് വിദേശ മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അത് മുഴുവൻ കൊണ്ടുവരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും. ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് പാലക്കാട് എന്ന് കൂടി പക്ഷേ എനിക്കതിൽ വിയോജിപ്പുണ്ട്. എന്തുകൊണ്ടാണ് പാലക്കാട് ഈ പറയുന്ന കൊക്കക്കോള ഫാക്ടറി വന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആക്സസ് എളുപ്പമാണ്, കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എളുപ്പമാണ് ആക്സസ്. ഇതുപോലെ തന്നെയാണ് എല്ലാ വിദേശ കമ്പനികളും, കേരളത്തിന് പുറത്തുള്ള കമ്പനികളെല്ലാം ഈ പാലക്കാട് തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാരണം അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആക്സസ് എളുപ്പമാണ്. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്ക് ആക്സസ്, അതാണ് ഒരു സെൻട്രൽ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പാലക്കാട് പ്രിഫർ ചെയ്യാം. കാരണം ഇപ്പോൾ
ഇപ്പോൾ വരുന്നത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ടച്ച് ചെയ്ത് കർണാടകയിൽ പോയി ഗോവ വഴി വരുന്ന നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷന് എളുപ്പമാവും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒയാസിസിനെ സംബന്ധിച്ചിടത്തോളം ഒയാസിസ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഈ പറയുന്ന ബിയർ ആൻഡ് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു വലിയ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം 1 കോടി കേസിലധികം മദ്യമാണ് ഗോവ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനേക്കാളും അതിൻ്റെ ഏകദേശം അത്ര തന്നെ മദ്യമാണ് കർണാടക ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെയും ഈ വെള്ളവും ഈ പറയുന്ന സംവിധാനവും ഒക്കെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും കുറവ് കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകയായാലും ഗോവയായാലും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. മുല്ലപ്പെരിയാറിൽ നിന്ന് പൈപ്പ് മാർഗം വെള്ളം കൊണ്ടുപോയിട്ട് 4 ഡിസ്ട്രിക്റ്റാണ് തമിഴ്നാട്ടിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത്. 4 ജില്ലയിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ടാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ എലപ്പുള്ളി പഞ്ചായത്താണല്ലോ പാലക്കാട് ജില്ലയിലുള്ളത്. എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന അവിടെ കുഴൽക്കിണർ കുത്തിയിട്ടൊന്നും അവിടെ വെള്ളം എടുക്കില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും കേരളത്തിലെ ഈ പറയുന്ന ഇതിന് എതിര് നിൽക്കുന്ന പാർട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവിടെ കുഴൽക്കിണം കിട്ടിയപ്പോൾ 2 ലക്ഷം ലിറ്റർ ഒരു ദിവസം കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. കാരണം 100 കോടി ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു വർഷം ഒരു മഴക്കാലത്ത്, അതിനധികം വെള്ളമാണ് ഒരു മഴക്കാലത്ത് നമ്മൾ കടലിലേക്ക് ഒഴുക്കി കളയുന്നത്. 100 കോടി ലക്ഷം ലിറ്ററിന്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ ഒരു സ്റ്റേറ്റ് ഇരുന്നിട്ട് നമ്മളിവിടെ പറയുകയാണ് ഒരു ഡിസ്റ്റിലറി വന്നതുകൊണ്ട് അല്ലെങ്കിൽ ബ്രൂവറി വന്നുകൊണ്ട് വെള്ളം കിട്ടാതെ ആ നാട്ടിലെ ജനങ്ങൾ മരിച്ചു പോകും എന്നൊക്കെ പറയുന്നത് ഇത്രയും ശുദ്ധ വിഡ്ഢിത്തര വേറെ ഇല്ല എന്നുള്ള ഞാൻ പറയാം. അല്ലല്ലോ, ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്നത് പോലെ ശരിയാണ്, കുടിവെള്ളം കിട്ടുന്നില്ല. വാട്ടർ അതോറിറ്റിക്ക് കുടിവെള്ളം അത് വേറെ പദ്ധതിയാണെന്ന്. അത് ഓരോ വീട്ടിൽ കൂടെ വെള്ളം എത്തിക്കണം. ഇതെന്ന് പറയുന്നത് ഒരു വലിയ പൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒറ്റ പൈപ്പിൻ്റെ പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ പറയാം ഏത് ജില്ലയിലാണ് വെള്ളം ഉള്ളത്? ആ ജില്ലയിൽ നിന്നൊരു പൈപ്പ് കൊണ്ടുവന്നാൽ മതി. അവിടേക്ക് ഏത് ജില്ലയിലായിക്കോട്ടെ ആ ജില്ലയിൽ നിന്ന് പൈപ്പ് കൊണ്ടുവന്നാൽ അവിടെ വെള്ളം എത്തും. അത് ഈ പറയുന്ന മലമ്പുഴ ഡാമിൽ നിന്ന് മാത്രം എടുക്കണം ഒരു നിർബന്ധമില്ല. വേണ്ട, അത് എടുക്കുന്ന നിർബന്ധമില്ല. നിങ്ങൾ പറഞ്ഞ പദ്ധതി ഈ പൈപ്പ് എന്താ ചിറ്റൂർ ഷുഗർ മില്ലിലേക്കും ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കഴിയുന്നതിന് മുന്നേ എനിക്കറിയാം പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് എന്താണ്, ഈ ചിറ്റൂർ ഫാക്ടറിയിലേക്കും അവിടേക്കൊന്നും ഇവര് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാൻ എഗ്രിമെന്റ് ഇല്ല. അവര് എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, ഞാനല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് അത് ലാഭം ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കണം. ആ ലാഭം കൊടുക്കാൻ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്ക് പൈസ കൊടുക്കാൻ പറ്റും. ഇതിന് പറ്റുമെന്ന് അവർക്കറിയില്ലല്ലോ. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് കുടിവെള്ളം എന്ത് പറഞ്ഞാലും കുടിവെള്ളം എന്ന് പറയും. കേരളത്തിൽ ഒരു വ്യവസായം വരാൻ സമ്മതിക്കില്ല. എന്താണ് വ്യവസായം വരാൻ സമ്മതിക്കാത്തതിന് കാരണം? ഈ പറയുന്ന ഇപ്പം ഇവരെന്ത് അർത്ഥത്തിൽ പറഞ്ഞാലും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ നല്ല മദ്യം കൊടുക്കാനാണ് ഈ പറയുന്ന സംവിധാനം കേരളത്തിൽ തുടങ്ങുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊന്നുമല്ല. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ. ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ പറയുന്ന കുറവായിരിക്കും. ഏതാണ് ഒരു ലോറിയിൽ ഏകദേശം 400 കേസ് മദ്യമാണ് വരിക, അല്ലെങ്കിൽ 500 കേസ് മദ്യമാണ് വരുന്നത് വയ്ക്കുക. ഓരോ കേസ് വരണം. ഇവിടെ ഇത് അങ്ങനെയല്ല. ബ്രൂവറിയും ഡിസ്റ്റിലറിയും സ്റ്റാർട്ട് ചെയ്താൽ എന്താ പറയുക, ബോട്ട്ലിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ബോട്ട്ലിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറോ ഒരു ടാങ്കറോ 2 ടാങ്കറോ ഈ പറയുന്ന സ്പിരിറ്റോ സാധനം വന്നാൽ മതി. ബാക്കി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബോട്ടിൽ ചെയ്യുന്നതും ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്നതും. അപ്പോൾ അത്രയും ട്രാൻസ്പോർട്ടേഷൻ കുറഞ്ഞു. ഇവിടെ 860 മദ്യശാലകളിലേക്ക് മദ്യം കൊണ്ടുവരുന്നത് മുഴുവൻ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടാണോ? അതിനുണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ ശൈലി, അതിനുണ്ടാക്കുന്ന ഗവൺമെൻറ് കിട്ടുന്ന ശൈലി എന്താണെന്ന് മനസ്സിലാക്കും. ഒരു സ്റ്റേറ്റ് ഗോവ എന്ന് പറയുന്ന സ്റ്റേറ്റിന് 40% പണം ഉണ്ടാക്കുന്ന ഈ പറയുന്ന ബോട്ട്ലിംഗ് പ്ലാന്റിൽ കൂടെയാണ് അത് മുഴുവൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ വരില്ലെന്ന് പറയും. അതിന് പറയുന്ന ഒരു കാരണം എന്താണ്? വെള്ളം. ഈ എലപ്പുള്ളി പഞ്ചായത്ത് കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്. ആ പഞ്ചായത്തിൽ നിങ്ങൾ കോൺഗ്രസിന് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ടെന്ന്. ആ എലപ്പുള്ളി പഞ്ചായത്ത് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട. അവിടെ ഞാൻ പറയാം, ഒരു ബോട്ട്ലിംഗ് പ്ലാന്റിലോ ഒരു ബ്രൂവറിയിലോ ഒരു പറയുന്ന ബിയർ മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ അല്ലെങ്കിൽ മദ്യം മിക്സ് ചെയ്യുന്ന പ്ലാന്റിലോ 1% പോലും വേസ്റ്റേജ് വരാനില്ല. കാരണം എന്താ? കുപ്പി ഈ പറയുന്ന ബോട്ടിൽ ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടിരുന്നത്, മദ്യം ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടിരുന്നത്, അത് പറഞ്ഞാൽ ഈ സ്പിരിറ്റ് ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസംസ്കൃത വസ്തു ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടിരുന്നത്. ആകെ യൂസ് ചെയ്യുന്ന സാധനം വെള്ളം മാത്രമാണ്. ആ വെള്ളം കേരളത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം. പഞ്ചാബിൽ എന്തിനാ പൂട്ടിപ്പോയത്? പഞ്ചാബിൽ ഉണ്ടാകുന്നത് ഈ പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ പദ്ധതിൻ്റെ കണക്ക് നോക്കിക്കോളൂ. നിങ്ങൾ അതിൻ്റെ ഒന്നാം ഘട്ടം 2ാം ഘട്ടം എന്താണ്? ബോട്ട്ലിംഗ് പ്ലാന്റ് മാത്രമാണ്. നിങ്ങൾ അത് കഴിഞ്ഞ് നിർത്തിക്കുമെന്ന് അനുമതി കൊടുക്കണ്ട. 1ാം പ്ലാന്റ് എൻ്റെ അഭിപ്രായത്തിൽ 1ാം ഘട്ടം എന്തായാലും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ സംവിധാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്
പറയാ? പൈസ അങ്ങോട്ട് കൊണ്ട്, കാരണം രണ്ടാം ഘട്ട സ്പിരിറ്റാ സർ. അതെ, ഒന്നാം ഘട്ടം നടപ്പിലാക്കട്ടെ എന്ന്. ഒന്നാം ഘട്ടം നടക്കില്ല. ആ ബോട്ടിലിംഗ് പ്ലാന്റ് ഈ പറയുന്ന സംസ്ഥാനത്ത് വരണം, അതിന് പ്രോത്സാഹനം കൊടുക്കണം. പ്രോത്സാഹനം കൊടുത്താൽ അത് കേരളത്തിന് മാത്രം വിറ്റഴിക്കാൻ പറ്റ മതിയല്ല, കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കൊടുക്കാനുള്ള മതിയാണ്. നിങ്ങൾക്ക് എവിടെയാണോ വെള്ളം ഉള്ളത് അവിടുന്ന് വെള്ളം കൊണ്ട് കൊടുക്കാന്നാണ് പൈപ്പ് ഇടേണ്ടതെന്ന് പറയാമോ? അത് എവിടുന്ന് വേണം ഇട്ടോളൂ. കേരളത്തിൽ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദുബായ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഷാർജ, ദുബായ്, പിന്നെ GCC കൺട്രീസിലുള്ളൂ, അവിടെ കുഴിച്ചിട്ടാണോ വെള്ളം ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. അവിടെ മണ്ണ് കുഴിച്ചിട്ട് നമ്മളിവിടെ കിണർ കുത്തുന്നത്, കുഴക്കിണർ കുത്തിച്ചിട്ട് അവിടെ വെള്ളം ഉണ്ടാക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലും ഇത് പിന്നെ കടലിൽ നിന്നും വെള്ളം എടുത്ത് സംസ്കരിച്ചിട്ടാണ് ഈ വെള്ളം ഉണ്ടാക്കുന്നത്. അവിടെ മനുഷ്യൻ വെള്ളം യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു മഴ പെയ്യുമ്പോഴും കിണർ കുത്തുമ്പോഴും കുഴക്കിണർ കുത്തുമ്പോഴും കിട്ടുന്ന വെള്ളമല്ല. അതിന് സംവിധാനത്തെ ആ അർത്ഥത്തിൽ ചിന്തിക്കാതെ, എന്താ പറയുക, 10-40 വർഷമായിട്ട് പാച്ചിമട സമരത്തിൻ്റെ മുൻപിൽ നിന്ന് ആൾക്കാർ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുടിവെള്ളം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം എന്താ പറയുക, എലപ്പുള്ളി പഞ്ചായത്ത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വെള്ളം എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം 24 ഏക്കർ വരുന്ന ഒരു സ്ഥലത്ത് ഒരു ബോട്ടിംഗ് പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു രാജ്യമാണെന്ന് വെച്ചോളൂ, അങ്ങോട്ട് പൈസ. നിങ്ങളിത് ഗോവയിൽ ചെന്ന് പറഞ്ഞു നോക്കിയേ, ഗോവയിൽ ചെന്ന് ആ സംസ്ഥാനത്തിന് പ്ലാനിങ് ഉണ്ട്, എങ്ങനെയാണ് ബോട്ടിലിംഗ് പ്ലാന്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് പിന്നെ ബ്രൂവറി നടത്തേണ്ടത്, എങ്ങനെയാണ് ഡിസ്റ്റിലറി നടത്തുന്നത്, ആ സംസ്ഥാനത്തിന് ഒരു പ്ലാനുണ്ട്. ഇവിടെ മദ്യം എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇവിടെ മദ്യം എങ്ങനെയാണ് ഈ പറയുന്ന 15 രൂപയ്ക്ക് 1 ലിറ്റർ മദ്യം ഉൽപ്പാദിക്കും, എന്നിട്ട് 850 രൂപയ്ക്ക് വിൽക്കും. എങ്ങനെ 850 രൂപയ്ക്ക് വിൽക്കുന്നത്? 200 ഇരട്ടി 500 ഇരട്ടി ലാഭം എടുക്കും. എന്നിട്ട് ഈ 15 രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളത്തിന് എന്താ വില? ഒരു കുപ്പി വെള്ളത്തിനേക്കാളും കുറച്ചുണ്ടാക്കുന്ന ഒരു സാധനം അതിൻ്റെ 50 ഇരട്ടിയും 500 ഇരട്ടിയും വിലയ്ക്ക് ജനങ്ങളെ കുടിപ്പിക്കുക. അതിൻ്റെ ശരീരം കരളും കിഡ്നിയും സംവിധാനമൊക്കെ പോകും. 50 വയസ്സും 60 വയസ്സും കള്ളു കുടിക്കാൻ മരിച്ചു പോകണം. സർക്കാർ പറയുന്നത് എന്താ അറിയോ? സർക്കാർ പറയുന്നത് നല്ല മദ്യം കൊടുക്കാൻ. അല്ല, നല്ല മദ്യം ആവണമെന്നേ ഞാൻ പറയുന്നത്. അത്രയും ടാക്സ് കുറച്ച് കൊടുക്കണം ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ ബോട്ടിലിംഗ് പ്ലാന്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ ടാക്സ് കുറച്ചുകൂടെ നല്ല മദ്യം ജനങ്ങൾക്ക് കൊടുക്കണമെന്നേ. അതിൻ്റെ സംവിധാനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കണ്ടേ? അല്ലാതെ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ ഗോവയിൽ പോയിട്ട് 15 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വരുന്ന മദ്യം 1 ലിറ്റർ 15 രൂപയ്ക്ക് മേടിച്ച് 500 ഇരട്ടി ടാക്സും കൊടുത്ത് 800-ഉം 1000-നും എടുത്ത് അത് ആ പൈസ എടുത്തിട്ട് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്നതിനേക്കാളും എത്രയോ മര്യാദയുള്ള പണിയാണിത്. അല്ലല്ല, ബോട്ടിലിംഗ് പ്ലാന്റുകൾ ഇവിടെ ഉണ്ടല്ലോ. എവിടെയുണ്ട് ബോട്ടിലിംഗ് പ്ലാന്റ്? ഇപ്പൊ ജവാൻ എന്ന് പറയുന്ന മദ്യം സർക്കാർ എവിടെയാ ബോട്ടിലിംഗ്? ഞാൻ പറയുന്നത് ഈ പറയുന്ന ബോട്ടിലിംഗ് പ്ലാന്റ് കമ്പനി വരുന്നതിന് മുന്നേ അതിന്റെ പൂർവ്വ ചരിത്രം മുഴുവൻ എടുത്ത് നിങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ടോ? പിന്നെ അദാനിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? അംബാനിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? അവർ ED അന്വേഷണം ഇല്ലാത്തവരാണോ? അല്ലെങ്കിൽ ഇൻകം ടാക്സ് അന്വേഷണം ഇല്ലാത്തവരാണോ? കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താത്തവരോ? ഏതെങ്കിലും ഒരു കമ്പനി വരുന്നതിന് മുന്നേ തന്നെ അവരെക്കുറിച്ചുള്ള അലിഗേഷൻ മുഴുവൻ സംസ്ഥാനത്ത് മുഴുവൻ പരത്തും. അത് കഴിഞ്ഞിട്ട് ആ വരുന്നവരെ കൊണ്ട് ഇനി ലൈഫ് കേരളത്തെക്കുറിച്ച് അക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടേക്കും. എന്നിട്ട് ഇവർ തിരിച്ചിട്ട് പോകും. 24 ഏക്കർ ഭൂമി പാലക്കാട് അവരുണ്ടെങ്കിൽ അവിടെ ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങണം. ഈ ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങാനുള്ള പിന്നെ അവിടുത്തെ മിനിസ്റ്റർ പാലക്കാടുകാരനല്ലേ, അദ്ദേഹത്തിന് അറിയില്ല അവിടെ വെള്ള പ്രശ്നമുണ്ടെന്ന്. ഇന്നത്തെ ഉത്തരവ് എന്താണ്? ഇന്നത്തെ ഉത്തരവിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത് ബോട്ട്ലിംഗ് യൂണിറ്റ് ഉണ്ട്, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ് ഉണ്ട്, ബ്രാൻഡി വൈനറി പ്ലാന്റ് ഉണ്ട്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഉണ്ട്, എത്തനോൾ പ്ലാന്റ് ഉണ്ട്. അതായത് ഒരു ബോട്ട്ലിംഗ് യൂണിറ്റ് അങ്ങോട്ട് അനുവദിച്ചാൽ ഉടനെ ഓടി ഇങ്ങോട്ട് വരുന്ന ഒരു കമ്പനിയല്ല OSIS. ബാക്കി ഈ പറയുന്ന എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ്, ഇതൊന്നും ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ ഇതിൽ ഏറ്റവും ആദ്യം വേണ്ടതെന്നാണ് കരിമ്പാണ്. കൃഷി ചെയ്യുന്നുണ്ടോ കേരളത്തിൽ? ഇല്ല. രണ്ടാമത് നെല്ല്, നമ്മൾ അതിലത് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതൊന്നും ഇവിടെ നടപ്പില്ലാത്ത കേസാണ്. നിങ്ങൾ ഒരു കമ്പനി, ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ആ കമ്പനീൻ്റെ ഒബ്ജക്റ്റിൽ എഴുതി വെക്കും, ഞാൻ IT ഈ റിപ്പോർട്ടർ TV നോക്കുക. റിപ്പോർട്ടർ TV ചാനൽ റിലേറ്റഡ് കമ്പനികൾ, IT റിലേറ്റഡ് കമ്പനികൾ, ഞാൻ പറയുന്ന പോലെ എന്താണ് വെബ്സൈറ്റ് റിലേറ്റഡ് കമ്പനികൾ, അതുപോലെ തന്നെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. ഒരു ബ്രൂവറി കമ്പനി അല്ലെങ്കിൽ ഒരു മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി എന്തൊക്കെ ചെയ്തു വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും ഞാനും സർക്കാരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി വെക്കും. എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന സാധനം എന്തെങ്കിലും ഇവിടെ കിട്ടുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഈ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ കരിമ്പ് അവിടുന്ന് ഇവിടുന്ന് കൊണ്ട് അവർക്ക് അതിനേക്കാൾ സുഖം അവിടെയല്ലേ ഉണ്ടാക്കാൻ. ഇതെന്താണ്? ഇത് അതിൻ്റെ അകത്ത് വെച്ച കാര്യങ്ങളെ എല്ലാം മുന്നിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യല്ലേ വേണ്ടത്. ഞാൻ പറയുന്നത് എന്താണ്, എൻ്റെ ഒറ്റ കണ്ടീഷൻ, ഒറ്റ വാക്ക് ഇതിൻ്റെ അകത്തുള്ളൂ. നിങ്ങൾ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ ഇവിടുന്ന് ഓടിക്കരുത്. വെള്ളം കേരളത്തിൽ ഏറ്റവും കൂടുതലുണ്ടെന്നേ. അല്ലല്ല നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ സംസാരിക്കല്ല അറിയാൻ പറയുന്നത്. വെള്ളം ഇല്ല എന്ന് പറയുന്ന സംവിധാനത്തിൽ ഈ കമ്പനിനെ ഓടിക്കരുത്. വെള്ളം കേരളത്തിലുണ്ട്. എലപ്പുള്ളി പഞ്ചായത്തിൽ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ എലപ്പുള്ളി പഞ്ചായത്ത് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ടതേ. നിങ്ങളുടെ പഞ്ചായത്താണല്ലോ ഭരിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണല്ലോ. അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട, പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കേണ്ട. വാട്ടർ അതോറിറ്റിയോട് പറയേണ്ടത് എന്താ, ഞങ്ങളുടെ ഈ സ്ഥലത്ത്
വന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നത്? ഓൾറെഡി പിന്നെ മലമ്പുഴ ഡാമിന് 2 കണ്ടീഷൻ ഉണ്ടല്ലോ. അവിടെ എന്തിനാണ് വെള്ളം ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ആ വ്യക്തമായിട്ട് എഴുതി അതിനപ്പുറത്തേക്ക് എടുക്കാൻ സമ്മതിക്കേണ്ട. വാട്ടർ അതോറിറ്റിയല്ലേ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ വേറൊരു രസം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ എത്ര കുടിവെള്ള പ്ലാന്റ് ഉണ്ട്? ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത്? കുടിവെള്ള പ്ലാന്റ്. നമ്മുടെ ബോട്ടിൽ വാട്ടർ ഉണ്ടല്ലോ, 15 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ബോട്ടിൽ വാട്ടർ എത്ര ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം? ഒരു മാസം എത്രയുണ്ട്? ഏകദേശം 1 കോടി ലിറ്ററിന് മേലെയാണ്. 1 കോടി. ഈ വെള്ളം എവിടുന്ന വരുന്നത്? ഈ പറയുന്ന ബോട്ടിലിംഗ് പ്ലാന്റിൽ കൂടിയാണ്. നിങ്ങളെന്താ പറയുന്നത് 2 ലക്ഷം ലിറ്റർ വെള്ളം എടുക്കുമ്പോഴത്തേക്കും കേരളത്തിലെ വെള്ളം മുഴുവൻ പറ്റി പോകുന്നുള്ള ശൈലിയിലാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല. അതിൻ്റെ ഏറ്റവും വലിയ എന്താ അറിയോ, 1500 പേർക്ക് ജോലി. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കടലിലേക്ക് ഒഴുകിക്കളയുന്ന വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത്. 1500 പേർക്ക് ജോലി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ പറയുന്ന ബോട്ടിലിംഗ് പ്ലാന്റ് ഇതിൽ നിന്നുണ്ടാ വരുമാനം. അതിനേക്കാളും ആ വരുമാനം കുറച്ച് കൊടുത്തില്ലെങ്കിലും നല്ല മദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കണം എന്നുള്ളതാണ്. 350 രൂപയ്ക്കും 400 രൂപയ്ക്കും പണിയെടുക്കുന്ന പാവങ്ങളെടുത്ത് 1000-1500 രൂപയും പിരിച്ചിട്ട് അവർക്ക് മദ്യം ഉപയോഗിക്കാത്ത. കാരണം രാവിലെ തുടങ്ങി രാത്രി തോട്ടത്തിൽ തൂമ്പപ്പണി എടുക്കുന്ന ആൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കുറ്റി മദ്യം കുടിക്കണമെങ്കിൽ നിങ്ങൾ കുടി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ കുടി നിർത്താൻ പോകുന്നില്ല. അവർ 200 രൂപയ്ക്കും 150 രൂപയ്ക്കും കിട്ടുന്ന വ്യാജ മദ്യം അല്ലെങ്കിൽ അത് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ നിങ്ങൾ ബോട്ടിൽ പ്ലാൻ ഉണ്ടാക്കി കൊടുത്ത് നല്ല മദ്യം കൊടുക്കാനുള്ള സംവിധാനം. ഈ സംവിധാനത്തോട് സർക്കാർ ബോട്ടിൽ പ്ലാനിനോട് എടുക്കുന്ന തീരുമാനത്തിൽ ഞാൻ 100% സപ്പോർട്ടാണ്. എൻ്റെ അഭിപ്രായം. ഉത്തരവിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും നടപ്പാവില്ല എന്നും പറയാം. ഉത്തരവിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാർ കേരള ഗവൺമെൻറ് ഭരിക്കുന്ന കാര്യമില്ല. കേരള ഗവൺമെൻറ് ഇന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ ഇന്ന് നിൽക്കുന്ന കമ്പനിയെ കേരളത്തിൽ ഏതുള്ളൂ കൊടുക്കില്ല. അല്ല, അന്നേരം ആലോചിച്ചാൽ പോരെ? നിങ്ങളിത് മുൻകൂട്ടി അതാണ് ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ കാര്യം. നിങ്ങൾ അഴിമതി ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കുകയാണോ? അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇന്ന മന്ത്രി ഇത്ര കോടി രൂപ വാങ്ങിയിട്ടാണ് പൈസ പിന്നെ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തതെന്ന് പറയണം. അതിന് തെളിവില്ലല്ലോ, അതിനെക്കുറിച്ച് പറയുന്നില്ലോ. കാടടച്ച് വെടിവെക്കാണ് അഴിമതി. എന്താ അഴിമതി ഉണ്ടെങ്കിൽ ഈ 3 ദിവസമായിട്ട് പത്രസമ്മേളനം നടത്തുന്നത്, 3 ദിവസമായിട്ട് അഴിമതി മുന്നോട്ട് വെക്കട്ടെ. അഴിമതി മുന്നോട്ട് വെച്ചിട്ട് പറയണം, ഇതാ ഇത്ര രൂപേൻ്റെ അഴിമതി നടത്തിയിട്ടുണ്ട്, ഇത്ര കോടി ഈ മന്ത്രി വാങ്ങിയില്ല, അത് ഇത്ര കോടി സർക്കാർ വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് അനുമതി കൊടുത്തു. അങ്ങനെ പറയുന്നില്ലല്ലോ. മൊത്തത്തിൽ ഒറ്റവാക്കി തീർക്കും അഴിമതി എന്ന് പറഞ്ഞു. അതോടുകൂടി ആ പരിപാടി തീർക്കും. ഈ ഓയസിസ് എന്ന് പറഞ്ഞ കമ്പനി 2022 ഈ പറയുന്ന പാലക്കാട് ഈ കഞ്ചിക്കോട് വന്ന് 26 ഏക്കർ ഭൂമി വാങ്ങിച്ചത് വളരെ നിഷ്കളങ്കമായിട്ടാണല്ലേ? അവരുടെ പരിപാടി എന്താ? ആ വ്യവസായം എന്ന് പറഞ്ഞാൽ മദ്യവ്യവസായമല്ലോ. അപ്പൊ 26 ഏക്കർ ഭൂമി പാലക്കാട് വന്നിട്ട് 2 വർഷം മുമ്പ് ഇവിടെ ഒരു സാധ്യതയും മദ്യനയപ്രകാരം ഡിസ്റ്റിലേഷന് സാധ്യമല്ലാത്തൊരു സമയത്ത് 26 ഏക്കർ ഭൂമി അവിടെ വന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് നിഷ്കളങ്കമാണ്. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ അഴിമതി മണക്കുന്നുണ്ടെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് കേസ് മദ്യം ഇറക്കുന്ന ഒരു കമ്പനിക്ക് അവരുടെ ബോട്ടിലിംഗ് പ്ലാന്റ് കേരളത്തിൽ പിന്നെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അനുമതി കിട്ടുന്ന സമയം വരെ അത് കിട്ടുന്നതിന് അവർക്ക് അല്ലാതെ അതിനേക്കാൾ നല്ലത് എന്താണ്? അവർക്ക് പ്രവർത്തിക്കാനാകുന്ന വിധത്തിൽ ഒരു എക്സൈസ് പോളിസി എങ്ങനെയാണ് പിന്നീട് വന്നത് എന്നുള്ളതാണ്. ഒരു സമയം ഒന്ന് കേൾക്കണേ, സുജയ്ക്ക് അവസരം കിട്ടുന്നതാ. ഒറ്റ കാര്യമുള്ളൂ. എന്താണ് പിന്നെ സർക്കാർ ഈ പിന്നെ OSS കമ്പനിക്ക് അനുമതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം? ENA എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ. എന്താണത്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഈ ENA ഉൽപ്പാദിപ്പിക്കണം ഇവിടെ എന്നുള്ളതാണല്ലോ പ്രശ്നം. അതിനല്ലേ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. എന്താണ് ENA എന്ന് പറയുന്നത്? മൊളാസസിൽ നിന്ന് ആദ്യം റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നു, ഡിസ്റ്റിൽ ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ് ENA പുറത്തേക്ക് വരുന്നത്, ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നടത്താൻ പോകുന്ന ഒരു കമ്പനിയാണ് കഞ്ചിക്കോട് സ്ഥാപിക്കാൻ പോകുന്നത്. അത് കേവലം ബോട്ടിലിംഗ് യൂണിറ്റ് അല്ല. 24 ആദ്യമേ ഈ ബോട്ടിൽ യൂണിറ്റിനെ കുറിച്ചിട്ടും ഈ പറയുന്ന സർക്കാർ അങ്ങനല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, 24 ഏക്കർ ഭൂമിയിലേക്കകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെ പ്ലാൻ എടുത്ത് നോക്കിയാൽ പിന്നെ 24 ഏക്കർ കൂടുതലില്ലല്ലോ. അല്ല വേണ്ട, 26 ഏക്കർ ഒക്കെ വിട്. സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കമ്പനിക്ക് എന്താ അനുവാദം കൊടുത്തിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഞാൻ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് 3 കാര്യത്തിന്? ഒന്ന് ഫസ്റ്റ് ബോട്ടിൽ പ്ലാന്റ്, രണ്ടാമത് എന്താണ് എത്തനോൾ പ്ലാന്റ്, എന്താ എഥനോൾ പ്ലാന്റ്, 3 മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, 4 മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, പിന്നെ ബ്രാൻഡി വൈനറി പ്ലാന്റ്. ഇങ്ങനെ ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? ഇന്ന് MP രാജേഷ് പറയുന്ന കാര്യം എന്താ, എക്സൈസ് മന്ത്രി പറയുന്ന കാര്യം എന്താ? നമ്മുടെ സംസ്ഥാനം പുറത്തു പോയിട്ട് മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും പ്രതിവർഷം 9 കോടി ലിറ്റർ വാങ്ങിക്കുന്നു. ഇനി പറയട്ടെ 9 കോടി ലിറ്റർ ENA വാങ്ങിക്കുന്നു. നമ്മൾ ക്യൂ നിന്ന് അത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നു. അതിനേക്കാളും നല്ലത് ENA ഉൽപ്പാദിപ്പിക്കാൻ ഒരു കമ്പനി ഇവിടെ വരുന്നുണ്ട് എങ്കിൽ അവർക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. ആ ENA ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്റ്റിലറിയാണ്, ഡിസ്റ്റിലേഷൻ പ്രോസസ് ആണ്. അത് ഭയങ്കരമായി വെള്ളം ആവശ്യമുണ്ട്. സുജയ.
ഞാൻ ഈ ചർച്ചയുടെ വേഗവും അതുപോലെ ഉത്തരവിന്റെ വേഗവും ഒക്കെ ഒന്ന് ആലോചിച്ചൊന്ന് ചിരിച്ചു പോകായിരുന്നു. ആൻഡോ സാർ ഈ വാദിക്കുന്നതൊക്കെ അങ്ങ് വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങയുടെ ആദ്യം പറയാം. ഈ മദ്യ കമ്പനിക്ക് വേണ്ടി ഒയാസിസിന് വേണ്ടി 24 മണിക്കൂറിനുള്ളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. അതും ആ കമ്പനിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടുള്ള ഉത്തരവ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വിശദീകരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ അതെല്ലാം അതിലുണ്ട് കേട്ടോ. ആ ഉത്തരവിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആൻഡോ സാർ സംസാരിച്ചത്. ഞാൻ അതിനെ മാനിക്കുന്നു. പക്ഷേ ഈ വയനാട് പുനരധിവാസം അതാണല്ലോ നമ്മളെയൊക്കെ ബാധിക്കുന്ന, നേരിട്ട് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞോട്ടെ. അതെനിക്ക് ചേനക്കാര്യമല്ല സാർ, അതാണ് എനിക്ക് ആനക്കാര്യം. എനിക്ക് ആനക്കാര്യം വയനാട് പുനരധിവാസമാണ്. ഞാൻ പറയട്ടെ, വയനാട് പുനരധിവാസമാണ് എനിക്ക് വലുത്. നിങ്ങൾ മാത്രമല്ല വയനാട് പുനരധിവാസത്തിന് വേഗത വരേണ്ടതാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമല്ല. വയനാട് ഉരുൾപൊട്ടലുണ്ടായിരുന്നു, സർക്കാർ പാക്കേജുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചല്ലോ, ഉത്തരവിറക്കിയതിന്റെ വേഗതയെ കുറിച്ചാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തോളൂ. ഞാൻ എന്തായാലും ഈ തീരുമാനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ വേഗത എന്ന് പറയുന്നത് കൃത്യമായി റോക്കറ്റ് വേഗത്തിലാണ് ഈ മദ്യ കമ്പനിക്ക് വേണ്ടി ചലിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മന്ത്രിസഭാ യോഗം ചേരുന്നു, 24 മണിക്കൂറിനുള്ളിൽ ഉത്തരവിറങ്ങുകയാണ് ഒയാസിസ് കമ്പനിക്ക് വേണ്ടി. ഈ സ്പീഡ് വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് ഞാൻ പറയാൻ കാരണം, വയനാടിനായി ജനുവരി 1 ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് 15-ാം തീയതിയാണ്. 2 ആഴ്ച സമയമെടുത്തു. ആ വേഗത കുറവ് അത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ പാവപ്പെട്ടവനെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ആ മനുഷ്യന് പുനരധിവാസം ഉണ്ടാക്കി കൊടുക്കുന്നതിന് കോടതി കയറേണ്ടി വരികയാണ്, കോടതിയിൽ ചർച്ചയാവുകയാണ്. പക്ഷേ ഇവിടെ എന്തൊരു വേഗതയാണ്! ആ വേഗത കേരളം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും, ജനത്തിന് മനസ്സിലാവുകയും ചെയ്യും. പാലക്കാട്ടെ ഈ വേഗം വയനാട്ടിൽ ഇല്ല സാർ. സാർ എത്രയുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. എനിക്ക് വലുത് വയനാട്ടിലെ പുനരധിവാസം തന്നെയാണ്, ഈ മദ്യ കമ്പനി അല്ല. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അങ്ങ് പറഞ്ഞതുപോലെ ഇവിടെ ഈ വളരെ നിഷ്കളങ്കമായിട്ടാണ് ആൻഡോ സാർ വാദമുഖങ്ങളൊക്കെ പ്രസന്റ് ചെയ്തത്. സർക്കാരിന്റെ ആ ഉത്തരവിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങ് പറഞ്ഞതും. ഇതിൽ 26 ഏക്കർ സ്ഥലം ഒയാസിസ് വാങ്ങിയത് 2 വർഷം മുൻപ്. ഈ സ്ഥലം വാങ്ങിയത് ഒരു കോളേജ് വരുമെന്നാണ് അവിടുത്തുകാരൊക്കെ കേട്ടതെന്നാണ് അവിടെ നിന്നും പല പ്രതികരണങ്ങളിലൂടെ ഞാൻ കണ്ടത്. ഒരു കോളേജ് വരുമെന്ന് വെച്ചിട്ടാണ് ആ കോളേജ് അതിന്റെ ഒരു കഥ പറയാം. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു ചാനലിൽ ഒരു കോളേജിന്റെ സ്ഥലം കാണിക്കുകയാണ്. സ്ഥലം കാണിച്ചിട്ട് പറയുകയാണ്, ഇത് പ്രമുഖ ചാനലാണ്. ആ പ്രമുഖ ചാനലിൽ കോളേജിൻ്റെ സ്ഥലം കാണിച്ചിട്ട് ഇതാണ് ബ്രൂവറി എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുകയാണ്. ആ ഇന്ന് ഇക്ബാൽ നമ്മുടെ പാലക്കാട് റിപ്പോർട്ടറെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ ബ്രൂവറി എന്ന് പറയുന്നത്, ഇതിൻ്റെ പുറകിൽ വേറൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. 24 ഏക്കർ കോളേജിൻ്റെ പുറകിലാണ്. ഞാൻ പറയുന്നത് ഈ വാർത്തയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലിയാണ് ഞാൻ പറയുന്നത്. കോളേജിന്റെ ഞാൻ ആ പ്രമുഖ ചാനലിന്റെ വാർത്തയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ ആ നാട്ടുകാർ, അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിനൊരു പ്രസിഡന്റ് ഉണ്ടല്ലോ സാർ, ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഈ പറയുന്ന ബ്രൂവറി കുറിച്ച് അറിയുന്നത് തന്നെ ഇപ്പോഴാണ്. 2 കൊല്ലമായിട്ട് അവിടെ സ്ഥലം വാങ്ങിയിട്ടിരിക്കുകയാണ്. ഈ ബ്രൂവറി വരുന്നതിന് മുന്നോടിയായി 6 മാസം മുൻപ് വ്യവസായ വകുപ്പിൽ നിന്ന് ഓൺലൈനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിക്കുമല്ലോ, അപ്പോൾ അതിൽ വ്യവസായ വകുപ്പ് ഓൺലൈനായിട്ട് ചോദിച്ചു, എന്തെങ്കിലും പരാതി, നാട്ടുകാരുടെ പരാതി വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് വരുന്നില്ല, പരാതിയില്ല എന്ന് പറയുന്നു. അപ്പോൾ മുതൽ വ്യവസായ വകുപ്പ് ഈ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് കഴിഞ്ഞ മാസമൊന്നുമല്ല, ഒരു 6 മാസമായി ഇതിന്റെ പരിപാടികളെല്ലാം ബിഹൈൻഡ് ദ സ്ക്രീൻ കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ഈ മന്ത്രിസഭാ തീരുമാനം വരുമ്പോഴാണ് ആ പഞ്ചായത്ത് അത് അറിയുന്നത്. കണ്ട് ഞെട്ടി നിൽക്കുകയാണ്, ഇവിടെയാണോ ഈ ബ്രൂവറി വരുന്നത് എന്നതിനെക്കുറിച്ച്. ഇത് പറഞ്ഞത് വേറെ പ്രമുഖ ചാനലൊന്നുമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ പ്രതികരണമാണ് ഞാൻ കണ്ടത്. അവർ ഇതുവരെ അത് തിരുത്തിയിട്ടുമില്ല, പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണോ ഉണ്ണി സാർ പറഞ്ഞതുപോലെ പഞ്ചായത്തിനെ വ്യവസായ വകുപ്പ് മുഖേന നേരിട്ട് ലൈസൻസ് ഏറ്റെടുത്ത ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ പഞ്ചായത്തിനെ അറിയിക്കേണ്ട, അങ്ങനെ ഒരു ചട്ടവുമുണ്ട്. അതിവിടെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് വസ്തുത. 3 വർഷത്തിനകം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അന്ന് ഈ ബ്രൂവറിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താലും മതിയല്ലോ. അതല്ലാതെ നേരത്തെ പൂട്ടി പോവുകയാണെങ്കിൽ അത് തേടുകയും വേണ്ട. അവിടെ ജനങ്ങളുടെ ജനഹിതം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഏത് പ്രദേശത്താണോ ഒരു പുതിയ വ്യവസായ യൂണിറ്റ് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കുന്നത്, അവിടുത്തെ ജനഹിതം തേടണം. നാട്ടുകാരുടെ അഭിപ്രായം അത് നേരിട്ട് ബാധിക്കുന്ന, അവിടെ കർഷകർക്ക് പ്രയോജനം ഉണ്ടാകും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ തൊഴിൽ ബ്രൂവറിയിലെ അല്ലെങ്കിൽ ഈ സോക്കോൾഡ് മദ്യ നിർമ്മാണശാലയിലെ തൊഴിൽ വേണോ എന്ന് നാട്ടുകാർ പറയണം. ഞങ്ങളുടെ വെള്ളവും ഞങ്ങളുടെ വിഭവങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് വന്ന് ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ആ നാട്ടുകാർ പറയണം. പ്ലാച്ചിമട പോലെ ആവർത്തിക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ജനഹിതം തേടിയിട്ടില്ല, ആരെയും അറിയിച്ചിട്ടില്ല. ഉത്തരവിന്റെ ഒരു മിന്നൽ വേഗം എങ്ങനെയാണ് എന്നുള്ളത് ഉത്തരവിറങ്ങുമ്പോൾ നമ്മൾ കാണുകയാണ്. ഇനി അവിടുത്തെ കുടിവെള്ളക്ഷാമം, കുഴൽക്കിണറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകും എന്നുള്ളത് എല്ലാ ജിയോളജിസ്റ്റുകളോടും ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുന്ന കാര്യമാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുകയാണെങ്കിൽ അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാകും. അവിടെ കനാൽ വെള്ളത്തെ കുറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയട്ടെ, അല്ലല്ല ഞാനൊന്ന് പൂർത്തിയാക്കിയോടെ ഉണ്ണി സാർ എന്റെ ആശയം എനിക്ക് പൂർത്തിയാക്കണം, അതിനുശേഷം അങ്ങേക്ക് ഇടപെടാം. ഇനി ഈ മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസിന് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിന് അനുമതിയുള്ളത് കൊണ്ട് തന്നെയാണ് അവർ കേരളത്തിലേക്ക് വന്നത്. അല്ലാതെ അവർക്ക് ഈ ബോട്ട്ലിംഗ് പ്ലാന്റിന് വേണ്ടി എന്തിനാണ് കേരളം?
അവർക്ക് മറ്റിടങ്ങളിൽ അത് നടത്താം. കേരളത്തിലേക്ക് അവർ വന്നത് ഈ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിന് പാലക്കാട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് അനുമതി കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാണ് സ്ഥലം വാങ്ങിച്ചത്. 2 വർഷം മുൻപേ അവർക്കറിയാം ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ കിട്ടിയിരിക്കുന്നു. അത് വളരെ കൃത്യമായി സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തന്നെയാണ്. സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. സ്പിരിറ്റ് ആണ്. നമ്മൾ എന്തിനാണ് അതെനിക്ക് മനസ്സിലായി. ഞാനൊരു മിനിറ്റ് പറയട്ടെ. അല്ല, ഞാനൊന്ന് പറഞ്ഞ ഇത് പറയുന്നതിൽ തെറ്റുണ്ടാവും. തെറ്റല്ല, ശരിയാണ്. പൂർത്തിയാക്കട്ടെ സാർ. അല്ല, ഒരു സെക്കൻഡ്. ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന പിന്നെ സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറച്ച് മാത്രമേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കുപ്പി വെള്ളത്തിനേക്കാളും കുറച്ചാണ് ഉണ്ടാക്കാൻ പറ്റുക. ഒരു കുപ്പി വെള്ളം ഉണ്ടാക്കി വിറ്റിട്ടുണ്ടെങ്കിൽ 15 രൂപ കിട്ടും. അല്ല, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അല്ലെ പ്രേക്ഷകർക്ക് ആശയം മിസ്സാവും. അതുകൊണ്ടാണ് അങ്ങ് ഇടപെട്ടോളൂ. ഞാനിതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങയുടെ എല്ലാ സംശയത്തിനും ഞാൻ മറുപടി തരാം. ഈ വിഷയത്തിലെ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മറുപടി തരാം അങ്ങയുടെ ചോദ്യങ്ങൾക്ക്. എന്തായാലും ഈ ബ്രൂവറി ആരംഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. കാർഷിക മേഖലയിൽ നിന്നുള്ള എന്തൊക്കെയാ ഉപയോഗശൂന്യമായ അരി, ചോളം, അങ്ങനെയല്ലേ ആൻഡ്രോ സർ, പച്ചക്കറി വേസ്റ്റ്, മരച്ചീനി സ്റ്റാർച്ച്, ഇതൊക്കെ കമ്പനി മദ്യനിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കും. ഇതെല്ലാം അവിടെയുള്ള ആ പഞ്ചായത്തിലെ കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അതാണ് ഉത്തരവിന്റെ സാരാംശമായി നമ്മൾ കാണുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് പർച്ചേസ് വരുന്നു എന്നത് കണ്ട് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ഇനി റീസൈക്ലിംഗ് വഴി ജല അതോറിറ്റി, അതായത് മഴവെള്ള സംഭരണം അടക്കമുള്ള കാര്യങ്ങളിലൂടെ റീസൈക്ലിംഗ് വഴി ജല അതോറിറ്റിയാണ് ഈ വെള്ളം ഉറപ്പാക്കുക. അതിനാണ് ഈ കരാറായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒയാസിസ് എന്ന് പറയുന്ന സിംഗിൾ കമ്പനിയെ ചൂസ് ചെയ്തത് എങ്ങനെയാണ്? അവരങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടു, ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങണം. അങ്ങനെയല്ലല്ലോ ഈ നയപ്രകാരമാണെങ്കിലും കാര്യങ്ങൾ പോകേണ്ടത്. ടെൻഡർ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് പ്രതിപക്ഷം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇവിടെ കേരളത്തിലെ ഡിസ്റ്റിലറികളുടെ ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിനെ കുറിച്ചാണല്ലോ സാർ പറഞ്ഞത്. കേരളത്തിൽ 17ലധികം ഡിസ്റ്റിലറികൾക്ക് ഈ ENA ഉൽപ്പാദനത്തിന് ലൈസൻസ് നൽകിയിട്ടുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറീസ് ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു യൂണിറ്റ് മലബാർ ഡിസ്റ്റിലറീസിലേക്ക് പോകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം ഈ സാർ പറഞ്ഞ വെള്ളത്തിൻ്റെ കണക്കിലേക്ക് വരാം. 1 ലിറ്റർ മദ്യം അല്ലെങ്കിൽ 1 ലിറ്റർ സ്പിരിറ്റ്, 1 ലിറ്റർ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് 5 മുതൽ 6 ലിറ്റർ വരെ വെള്ളം വേണം. അതിൽ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് 2 മുതൽ 3 വരെ ലിറ്റർ വേണം. ഞാൻ 1 ലിറ്ററിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതിനെ കുറിച്ചും പൈപ്പ് ഇടുന്നതിനെ കുറിച്ചൊക്കെ ആണല്ലോ അങ്ങ് നേരത്തെ പറഞ്ഞത്. ശരി, അങ്ങനെ എടുക്കാതെ വെള്ളം കിട്ടുമെന്നുള്ളത് നമുക്കൊരു അസംഷനായി ഒരു ഭാഗത്ത് വെക്കാം. സംഭവിക്കാൻ പോകുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് തന്നെയായിരിക്കും ഇതിനാവശ്യമായ വെള്ളം കൊണ്ടുവരിക എന്നുള്ളതാണ്. മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് നിലവിൽ യുണൈറ്റഡ് ബ്രൂവറീസിന് കൊടുക്കുന്നത്. അവിടെയുള്ളതാണ് യുണൈറ്റഡ് ബ്രൂവറീസിന് കൊടുക്കുന്നത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ പല പഞ്ചായത്തുകൾ, ഒന്നിലധികം എന്നല്ല 10ലധികം പഞ്ചായത്തുകളിലെ കുടിവെള്ളം, അതുപോലെ തന്നെ കൃഷി, അതുപോലെ തന്നെ രണ്ടാം വിള, ഇതിനെല്ലാം ഈ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം വേണം സാർ. അവിടെയുള്ള കർഷകന് അവൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയായിരുന്നു അരിയും ചോളവും പച്ചക്കറി വേസ്റ്റും മരച്ചീനിയും വാങ്ങിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഇത്രയും പഞ്ചായത്തുകളിലെ കൃഷി രണ്ടാം വിളയടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു വസ്തുത എവിടെയുണ്ട്. അവിടെ 2 ഡിസ്റ്റിലറി ഇതിനകം തന്നെ പൂട്ടിപ്പോയിട്ടുണ്ട്. കേരള ഡിസ്റ്റിലറിയും MP ഡിസ്റ്റിലറിയും. മാത്രമല്ല ഈ കുടിവെള്ളം എത്തിക്കും, വെള്ളം എത്തിക്കും, അത് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്ന, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന, ഒയാസിസ് ഏറ്റെടുത്തിരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടുന്ന ഇടത്തടക്കം ഈ ജൽജീവൻ മിഷൻ പൂർണ്ണമായി ഇതുവരെ സർക്കാർ നടപ്പാക്കിയിട്ടില്ല. എലപ്പുള്ളിയിലും തൊട്ടടുത്തുള്ള പുതുശ്ശേരി പഞ്ചായത്തിലും പൂർണ്ണമായി സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ പിന്നെ എവിടെയാണ് സാർ പറഞ്ഞ പൈപ്പ്? ആ പൈപ്പ് വരണ്ടേ? പൈപ്പ് വരണമെന്നുണ്ടെങ്കിൽ അതാണ് ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാതെ എങ്ങനെയാണ് സാർ പൈപ്പ് ഇടുക? ആൻഡ്രോ സാർ, ആ പൈപ്പ് ഇടുന്നതിനെ കുറിച്ച് സാർ പറഞ്ഞോ, ഞാൻ ബാക്കി കൂടെ പൂർത്തിയാക്കാം. പിന്നെ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മൾ പുതുശ്ശേരിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കുടിവെള്ളത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, അത് തലച്ചുമടായിട്ട് കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണും. അവിടെ മയ്യത്ത് കുളിപ്പിക്കാൻ വരെ പൈസ കൊടുത്ത് പണം വാങ്ങിയിട്ടുണ്ട് പുതുശ്ശേരിയിൽ. അത്രയും വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന മനുഷ്യരുള്ള ഒരിടത്താണ് ഞങ്ങൾ മദ്യനിർമ്മാണ യൂണിറ്റ് കൊണ്ടുവരുന്നു. 1ാം ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ കുപ്പിയുണ്ടാക്കും, 2ാമത്തെ ഘട്ടത്തിൽ ഞങ്ങൾ സ്പിരിറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാവം മനുഷ്യരുണ്ടല്ലോ അപ്പോൾ ആട്ടിപ്പായിക്കും. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. 500 കിലോ ലിറ്റർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, വർഷത്തിൽ 330 ദിവസം പ്രവർത്തനം. ഇത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നുണ്ടോ? പാലക്കാട്ട് ഇത് നടക്കാനായിട്ട് അവിടെ സമ്മതിക്കുമോ? ഈ പ്ലാച്ചിമടയ്ക്ക് ശേഷമുള്ള മറ്റൊരു സമരമുഖം തുറക്കൽ തന്നെയായിരിക്കും ഈ ഒയാസിസ് നേരിടേണ്ടി വരിക എന്നുള്ളത് വ്യക്തമാണ്. ഇനി ആ ഡിസ്റ്റിലറീസിൻ്റെ കണക്ക് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ കേരളത്തിലെ എല്ലാ ഡിസ്റ്റിലറികളിലും കൂടെയുള്ള ഉൽപ്പാദന ശേഷി, എല്ലാ ഡിസ്റ്റിലറികളിലും കൂടെ ആകെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ 53% മാത്രമാണ്. അപ്പോഴാണ് ഇവിടെ പറയുന്നത് 330 ദിവസവും പ്രവർത്തനം ഉണ്ടാകും, അതായത് ഹൈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാകുമെന്ന് കാണിച്ച് പറ്റിക്കുകയാണ്. നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ,
പോട്ടെ, കേരളത്തിൽ ഇപ്പോഴുള്ള ഡിസ്റ്റിലറികളിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും നടക്കുന്നതും എത്രയാണ്? അതായത് പ്രസന്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 10,000 മാത്രമാണ്. 1,00,000 പറഞ്ഞിടത്ത് സൗത്ത് ട്രാവൻകൂർ ഡിസ്റ്റിലറീസ് നെയ്യാറ്റിൻകര അവിടെ നടക്കുന്നത് 10,000 മാത്രമാണ്. അതുപോലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് തിരുവല്ല അവിടെ മാത്രമാണ് കൃത്യമായി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. മറ്റിടങ്ങളിലേക്ക് നമുക്ക് വരാം. യുണൈറ്റഡ് സ്പിരിറ്റ്സിലെ കേരളത്തിൽ വിറ്റുപോകുന്ന 35% മദ്യം അത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ്സ് ആണ്, സാറിന് അറിയാമല്ലോ. അപ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഡിസ്റ്റിലറികൾ യുണൈറ്റഡ് ഡിസ്റ്റിലറി ചേർത്തല, യുണൈറ്റഡ് ഡിസ്റ്റിലറി പാലക്കാട്, ഇത് രണ്ടും ക്ലോസ്ഡ് ആണ്. കറന്റ് സ്റ്റാറ്റസ് അതായത് 2022 ഈ ഒയാസിസ് സ്ഥലം വാങ്ങുന്ന വേളയിൽ ഇതിന്റെ രണ്ടിന്റെ ഡിസ്റ്റിലറി പൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചിത്രം ക്ലിയർ ആയല്ലോ ഉണ്ണി സാർ. അത് യുണൈറ്റഡിന്റെ കൃത്യമായി പറയട്ടെ. അപ്പോൾ ഇവരുടെ സ്വന്തം കമ്പനിയിൽ ഉൽപാദന ചെലവ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവരത് പൂട്ടി ഇട്ടിരിക്കുന്നത്. മാത്രമല്ല പുറത്തു നിന്നുള്ള ഡിസ്റ്റിലറിയിലെ മദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിവിടെ ബോട്ടിൽ ചെയ്യുന്നത് പോരാ. മദ്യ കമ്പനികൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്കത് ഭയങ്കര ചെലവാണ്. അതാണ് സർക്കാരിനെ ഇപ്പോൾ ഈ ഒയാസിസിനെ ക്ഷണിച്ചു വരുത്തിയതിന് പിന്നിലെ മൂല കാരണം എന്നതുകൂടി അങ്ങ് തിരിച്ചറിയണം. ഇനി കേരളത്തിൽ 8% മദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. കേരളത്തിൽ പുതിയ ഡിസ്റ്റിലറി വന്നാൽ തൊഴിൽ വർധനവുണ്ടാകും, നികുതി ഇനത്തിൽ വരുമാനം കൂടും എന്നൊക്കെ പറയുന്ന ആ ഒരു വാദം കൂടിയുണ്ടല്ലോ. ഇതിനോടൊപ്പം തന്നെ സർക്കാർ MP രാജേഷ് പറയുന്നത് പക്ഷേ ഈ പൂട്ടിക്കിടക്കുന്ന ഡിസ്റ്റിലറികളിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ പോലും ഒരു നടപടിയും ഇതുവരെ 2 വർഷം മുമ്പത്തെ കാര്യമാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തൊഴിലെന്ന് പറയുന്നത്, കാർഷിക മേഖലയ്ക്ക് ഉണർവെന്ന് പറയുന്നത്, വെള്ളം കൊണ്ടുവരുമെന്ന് പറയുന്നത്, അതൊക്കെ എങ്ങനെ നടപ്പാക്കും? അതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ ഉത്തരവിറക്കാൻ കാണിച്ച വേഗമൊന്നും ജനത്തെ പറ്റിക്കാൻ കാണിച്ചിട്ട് കാര്യവുമില്ല. ജനത്തിന് കാര്യം അറിയണം, ജനം ഇത് ചർച്ച ചെയ്യും എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യം പറഞ്ഞിട്ട് സ്മൃതി, ഈ ബ്രൂവറി എന്താ ഡിസ്റ്റിലറി എന്താണെന്നും കൂടെ ആദ്യം മനസ്സിലാക്കുക. ബ്രൂവറി എന്ന് പറയുന്ന സാധനം എന്താണ്? ബിയർ ബോട്ട്ലിംഗ് പ്ലാന്റ്. ഒരു മിനിറ്റ്, ബിയർ ബോട്ട്ലിംഗ് പ്ലാന്റ്. ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മദ്യം ബോട്ടിൽ ചെയ്യുന്ന പ്ലാന്റ്, ഇതാണ് ഡിസ്റ്റിലറി. ഈ ബ്രൂവറിയും ഡിസ്റ്റിലറിയും വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നിങ്ങൾ പറയുന്നത് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ, സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണ്? കേരളത്തിൽ 51% ബ്രൂവറി ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രൂവറിയിൽ മദ്യം ഡിസ്റ്റിലറിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിന് കാരണം എന്താണ്? സ്പിരിറ്റ് മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതിൽ വെള്ളം ചേർത്ത് ബോട്ടിൽ ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന ബ്രൂവറിയും ഡിസ്റ്റിലറിയും തമ്മിലുള്ള ഇതിൻ്റെ എന്താണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബിയറും വെള്ളവും ചേർത്ത് മദ്യവും ചേർത്ത് ബോട്ട്ലിങ്ങും ഇതും. ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ എന്താണ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിന് ഫസ്റ്റ് ഫേസിൽ എന്താ എഴുതിയേക്കണം നോക്കൂ നിങ്ങൾ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, അതിനെയാണ് ഞാൻ പറയുന്നത്. അതിനാണ് ഡിസ്റ്റിലറി എന്ന് പറയുന്നത്. അല്ലല്ല നിങ്ങൾ ഒരൊറ്റ കാര്യം പറഞ്ഞു. മദ്യനയത്തിൽ 24ാമത്തെ പോയിന്റിൽ പറയുന്നു, സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകും. ഇതാണ് 24. ആയതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും യൂണിറ്റുകൾക്കും അനുമതി നൽകും. അതാണ് കേരളത്തില് നിങ്ങൾ ഏതെങ്കിലും ഡിസ്റ്റിലറിയിൽ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ഡിസ്റ്റിലറിയിൽ സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ലാന്നേ. ഇത് പറയുന്നത് ഞാൻ പറഞ്ഞത് വിശുദ്ധി സർക്കാർ ഇപ്പൊ ചെയ്ത കാര്യം എന്താ അറിയോ? നമുക്ക് അതിന്റെ അസംസ്കൃത വസ്തുവായിട്ടുള്ള മൊളാസസ് ഇവിടെ ഇല്ല. മൊളാസസ് ഉണ്ടാക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് കരിമ്പിൽ നിന്നും ശർക്കരയിൽ നിന്നും ഒക്കെയാണ്. ഇതൊന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കില്ല. അപ്പൊ മൊളാസസ് എന്ത് ചെയ്യും? മൊളാസസ് ഉൽപ്പാദിപ്പിക്കുന്ന മധ്യപ്രദേശിലും രാജസ്ഥാൻ പിന്നെ പഞ്ചാബിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഒക്കെയാണ്. അവിടെ ഡിസ്റ്റിലറി യൂണിറ്റുകൾ ഉണ്ട്. അവർ മൊളാസസിൽ നിന്ന് ഡിസ്റ്റിൽ ചെയ്തിട്ട് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കും. ആ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്ന് പിന്നെയും ഡിസ്റ്റിൽ ചെയ്തിട്ട് ഈ എണ്ണ ഉണ്ടാക്കും. നമ്മൾ കേരള സർക്കാർ അവിടെ പോയി ക്യൂ നിന്നിട്ട് 9 കോടി 10 കോടി ലിറ്റർ എല്ലാ വർഷവും ഇങ്ങോട്ട് വാങ്ങിക്കും. ആ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനത്തെ ഇവിടെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ബോട്ടിൽ ചെയ്യും. ബോട്ടിൽ ചെയ്ത് വിവിധ ബ്രാൻഡുകളായിട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കും. ഇവിടെ ഇപ്പം നേരെ തന്നെ OSSനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് അവർ ഈ എണ്ണ ഇവിടെ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. അവിടെയാണ് എന്റെ സംശയം. ഒരു മിനിറ്റ്, അതിലവിടെ എന്റെ സംശയം. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. ഒരു കുപ്പി വെള്ളത്തെക്കാളും കുറവിൽ വിലയ്ക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ എണ്ണ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത്രയും ഒരു സാധനം നിങ്ങൾ പറയുന്ന പോലെ കരിമ്പോ മറ്റുള്ള സാധനങ്ങളോ
എഥനോളോ ശർക്കരയോ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ബോട്ടിൽ ചെയ്താൽ ലാഭകരമാവില്ല, ഒരു കമ്പനിക്ക് ലാഭകരമാവില്ല. അതുകൊണ്ടാണ് കർണാടകയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയാണോ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മളിവിടെ നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറയാം, നെല്ല് ഉൽപ്പാദിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ പാലക്കാട് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആലപ്പുഴ നെല്ല് അതിൻ്റെ സ്ഥലത്ത് അതിനടുത്ത് തന്നെ അതിന് മില്ലുണ്ടാവും, കുത്താനുള്ള മില്ല്, അരിയാക്കാനുള്ള മില്ല് അതിനടുത്ത് തന്നെ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈ സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. എവിടെയാണോ ഈ പറയുന്ന കരിമ്പും സംവിധാനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെയായിരിക്കും സ്പിരിറ്റ് ഉണ്ടാക്കുക. അത് ഒരിക്കലും പ്രാക്ടിക്കലല്ല, ഏതോ വിവരമില്ലാത്ത ആൾക്കാർ എഴുതുന്ന കാര്യമാണ്, അതൊരിക്കലും പ്രാക്ടിക്കലുള്ള കാര്യമല്ല. കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് ഒരിക്കലും പ്രാക്ടിക്കലായ കാര്യമല്ല. അതുകൊണ്ടാണ് അതും ഒരു കാര്യം, 25 ഏക്കറിലൊന്നും തീരുമാനമായ കാര്യമേ അല്ല. അത് ഒരു 250 ലോഡ് 250-500 ലോഡ് പിന്നെ എന്താണ് ഈ പറഞ്ഞ കരിമ്പ് വന്നാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നമായി, ഇതിൻ്റെ ചണ്ടി പുറത്ത് വന്ന പ്രശ്നമായി. അതൊന്നും 25 ഏക്കറിലോ 50 ഏക്കറിലോ പ്രാക്ടിക്കലായ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നടക്കാൻ പോകുന്നത് അത് ആ കമ്പനിയുടെ എന്താണോ കമ്പനി അവരെന്തൊക്കെയാണ് ചെയ്തെന്ന് ചോദിച്ചാൽ വരുന്ന കാര്യം മാത്രമാണ്. അവിടെ കുഴപ്പമുണ്ട്, അവിടെ നിന്ന് കരിമ്പോ ചക്കരയോ ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നില്ല, അതിൽ രണ്ടൊന്നും ഇടണ്ട, അവിടെ നിന്ന് മൊളാസസാ കൊണ്ടുവരിക. ആ മൊളാസസ് ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുന്ന് വലിയ വാട്ടർ എടുക്കും, വെള്ളമെടുക്കും. ആ വെള്ളം എടുത്തിട്ട് അറിവില്ലാത്ത സംവിധാനത്തെ കുറിച്ചാണ് ഞാൻ പറയാം. ഒരു കാര്യം, പക്ഷേ ഇത് രണ്ടും പ്രാക്ടിക്കലായ ഈ പറയുന്ന സംവിധാനത്തെ വെച്ചിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ മദ്യനിർമ്മാണ കമ്പനിയുടെ ബോട്ട്ലിംഗ് പ്ലാന്റ് പാലക്കാട് വരണ്ട എന്നുള്ള തീരുമാനത്തെ ആ തീരുമാനം ഉണ്ടാക്കുന്നത് കേരളത്തിലെ വാണിജ്യ ലെവലിൽ വളരെ വലുതാണ്. ബോട്ട്ലിംഗ് പ്ലാന്റ് മാത്രമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വെള്ളം ഇല്ലാത്തതുകൊണ്ട് പറയരുത്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിനുള്ള സംവിധാനം ഈ സർക്കാർ. സാർ പറയുന്നത് ശരിയാണ്, ഗോവ പോലെ തന്നെ ഇഷ്ടംപോലെ ഇവിടെ 44 നദികളും നല്ല ജലസമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷേ കുടിവെള്ളത്തിന് എത്തിക്കാൻ ഞാൻ പറയാം, ഇപ്പൊ എന്റെ വീടിരിക്കുന്ന സ്ഥലത്ത്, എന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം നിങ്ങൾക്ക് തന്നെ അറിയാലോ, എന്റെ വീടിന് ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഡാമാണ്. അവിടുന്നാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അവിടെ മുനിസിപ്പാലിറ്റി വെള്ളമില്ലാത്ത അവിടുത്തെ ഡാമിലിട്ട് പൈപ്പ്, അതെന്താണ്, അതൊരു ഇറിഗേഷൻ പദ്ധതിയാണ്, ജനങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ്. അത് പറഞ്ഞുകൊണ്ട് വെള്ളമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, അതായത് ഈ ഓർഡറിലെ കാര്യമാണ് സാർ, ഇങ്ങനെ യൂണിറ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ആസ്ഥാനമായി 600 കോടി രൂപ മുതൽ മുടക്കി 500 KL പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള എഥനോൾ പ്ലാന്റ്, മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ഉൾപ്പെട്ട സംയോജിത യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം സമർപ്പിച്ച അപേക്ഷ പ്രസ്തുത പദ്ധതിക്ക് പ്രാരംഭാനുമതി നൽകുന്നതിന് ശുപാർശ ചെയ്ത് പരാമർശത്തിലെ കത്ത് പ്രകാരം എക്സൈസ് കമ്മീഷണർ സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു. അപ്പോൾ ഈ പദ്ധതി എന്ന് പറയുന്നത് സംയോജിത പദ്ധതിയാണ്. ഇറ്റ്സ് നോട്ട് എ ബോട്ട്ലിംഗ് പ്ലാൻ. അങ്ങനെ അതിനു വേണ്ടി മാത്രമായിട്ട് OACC ഇങ്ങോട്ട് വരില്ല. മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മന്ത്രി വിശദീകരിക്കുമ്പോഴാണ് ഈ അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞു കൊളാക്കി എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം അക്കാര്യത്തിനകത്ത് വേണ്ട. ഈ പറഞ്ഞ 25 ഏക്കറിൽ ഈ പറഞ്ഞ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് ബോട്ടിംഗ് പ്ലാന്റ് മാത്രമായിരിക്കും. നടക്കാൻ പോകുന്നില്ല, അവിടെ നടത്താൻ പറ്റുന്നത് അതിന് പ്രാപ്തമായ സ്ഥലം 25 ഏക്കറിൽ ബോട്ടിംഗ് പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു കാര്യം അടിയന്തരമായി ചെയ്യണമായിരുന്നല്ലോ, പരിസ്ഥിതി പഠനം നടത്തിയായിരുന്നു. അല്ല, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എങ്കിൽ, അവിടെ ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയില്ല എങ്കിൽ, അവിടുത്തെ പിന്നെ ജലസ്രോതസ്സുകളെ ബാധിക്കില്ല എങ്കിൽ, കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഉണ്ടാവില്ല എങ്കിൽ, അവിടെ പരിസര മലിനീകരണം ഉണ്ടാവില്ല എങ്കിൽ, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ടൊരു പരിസ്ഥിതി. അതുകൊണ്ടാണ് ഈ ബ്രൂവറി കമ്പനിക്ക് കേന്ദ്ര സർക്കാർ അനുമതി, വളരെ ചുരുക്കം കമ്പനിക്ക് കേന്ദ്ര സർക്കാർ ഈ ബോട്ടിംഗ് പ്ലാന്റുകൾക്ക് അനുമതിയുടെ ആവശ്യമില്ലാന്ന്. അവിടെ ഒരു സാധനം പുറത്തേക്ക് വരാനില്ല, അവിടെ മിഷനറിയാണ്. നിങ്ങൾ 3 ലക്ഷം 5 ലക്ഷം ലിറ്റർ പുറത്തേക്ക് വരുന്നത് മിഷനറിയാണ് വർക്ക് ചെയ്യുക. ആകെ അവിടെ ജോലിക്കാർ വരുന്നത്. നിങ്ങളൊരു ബോട്ടിംഗ് പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കുള്ളൂ. ഒരു ബ്രൂവറി ബോട്ടിംഗ് പ്ലാന്റോ അല്ലെങ്കിൽ മദ്യ ബോട്ടിംഗ് പ്ലാന്റോ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഉണ്ടാകുന്ന കേറ്റർക്ക് തൊഴിലാളികൾ
ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടും, അവിടെ ബോക്സ് ചെയ്യുന്ന ബോട്ട്ലിംഗ് യൂണിറ്റ് ഒന്ന് മാത്രം സാർ, അത് അല്ല, ഞാൻ അതിനെ ചുരുക്കി ആ സ്ഥലത്ത് അത്രേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അതാണ് സർക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു കമ്പനി പ്രപ്പോസൽ വെക്കുമ്പോൾ അവരതിൻ്റെ അകത്ത് എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ എഴുതും. തള്ളിമറിച്ച് എന്റെ ഉത്തരവാദിത്തമല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നടപ്പിലായ കാര്യമാണ്. ഒറ്റ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. കേരളത്തിൽ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം വെള്ള സ്രോതസ്സുള്ള കേരളത്തെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിനെ ഓടിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം അത് വേറെ സംവിധാനം. പാലക്കാട് വെള്ളം എത്തിക്കാത്ത പ്രശ്നമാണ്, വെള്ളം ഇല്ലാത്ത പ്രശ്നമല്ല, ഓരോ വീട്ടിൽ വെള്ളം എത്തിക്കാത്ത പ്രശ്നമാണ്. ഒറ്റ കാര്യം കൂടി മാഡം, അതായത് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ബോട്ടിലിംഗ് പ്ലാന്റ് അല്ലല്ല കേന്ദ്ര, ഞാനത് ഓർഡർ തപ്പിയെടുക്കുമായിരുന്നു. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു, എത്തനോൾ പ്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എത്തനോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടെ ബോട്ടിലിംഗിന് അനുമതി കൊടുക്കുന്നത് എങ്ങനെയാണ്? എത്തനോളിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്തു എന്ന് സാർ പറഞ്ഞതുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റഡ് ബിഡേഴ്സ് അതിൽ കൊടുത്തിരിക്കുന്നതിൽ കേരള ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് യൂണിറ്റ് കേരള ആനുവൽ ഓഫ് ടേക്ക് ക്വാണ്ടിറ്റി ഓഫേർഡ് അവർ ഓഫർ ചെയ്ത് 16.5, ആനുവൽ ഓഫ് ടേക്ക് ക്വാണ്ടിറ്റി ഓഫേർഡ് 500. ആ 500 KL കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? എഥനോൾ പ്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ്, ബോട്ടിലിംഗിനല്ല. തിങ്കളാഴ്ച സഭയിൽ ഒറ്റ കാര്യം കൂടി, അതായത് കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന രണ്ടെണ്ണം ആണല്ലോ, പാലക്കാട് പിന്നെ കുട്ടനാടാണല്ലോ. ഈ പാലക്കാട് കേരളത്തിന്റെ നെല്ലറയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വർഷം എത്ര റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ കൃഷിനാശത്തെ കുറിച്ച്, അവിടെ ശുദ്ധജലം എത്താത്തതിനും. അവിടെ കർഷകര് ഡൽഹി നമ്മൾ എത്ര പ്രാവശ്യം പിന്നെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അവിടുത്തെ മന്ത്രി. അതെനിക്കൊരു അഭിപ്രായ വ്യത്യാസം എന്താണെന്നറിയോ, നിങ്ങൾ വനത്തെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾ വനമന്ത്രിയാണ് അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ? ആലപ്പുഴ കൃഷിയെക്കുറിച്ച് സംസാരിക്കാൻ കൃഷിമന്ത്രിയാണ് അതിൻ്റെ അഭിപ്രായം പറയുന്നത്. MP രാജേഷ് ആരാണ്? ഈ സംസ്ഥാനത്തെ എക്സൈസ് മന്ത്രിയാണല്ലോ. അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രപ്പോസലും അദ്ദേഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നത് എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, ആ മന്ത്രിയോട് പോയി ചോദിക്കുന്നേ, അതുമനുസരിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. ഞാനില്ലാന്ന് പറയുന്നില്ല. ഞാൻ MP രാജേഷിന് മുമ്പിൽ എക്സൈസ് മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യേണ്ടത് എക്സൈസ് മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ശരി, ഏതായാലും ബ്രൂവറി കുടിവെള്ളം മുട്ടിക്കുമെന്ന ചോദ്യത്തിന് യെസ് എന്ന 3, നോ എന്ന ഒരാൾ. സ്ഥിരം നോയായ ഞാനല്ല കേട്ടോ, ഞാനാണ്. Meet the editors.